വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ വമൻ സാറ അലാ നഹ്ജിഹി വസ്തന്ന ബിസുന്നതിഹി ഇലാ യൗമിദ്ദീൻ. അമ്മാ ബഅദ്. വേദിയിലുള്ള ബഹുമാന്യരെ, പണ്ഡിതന്മാരെ, കുടുംബരഹിതവാദങ്ങളും സ്ത്രീയുടെ അവകാശങ്ങളും എന്ന വിഷയമാണ് അവതരിപ്പിക്കുന്നത്. പരിമിതമായ സമയത്തിനുള്ളിൽ ഈ വിഷയത്തെ സാധ്യമാകുന്നത്ര ചുരുക്കി അവതരിപ്പിക്കണം എന്നാണ് ആഗ്രഹിക്കുന്നത്. കേരള നേതൃത്വത്തിൽ മുജാഹിദീൻ മർക്കസ് ദഅവയുടെ ആഭിമുഖ്യത്തിൽ വരാനിരിക്കുന്ന ഒരു കുടുംബ പ്രചാരണ ക്യാമ്പയിൻ പ്രവർത്തനങ്ങൾക്ക് സഹായകമാകും എന്ന് കരുതുകയും നാമൊക്കെ പ്രതിനിധീകരിക്കുന്ന ഏറ്റവും അനിവാര്യമായ ചില ആലോചനകൾക്ക് കാരണമാവുകയും ചെയ്യും എന്ന ഉദ്ദേശത്തിലാണ് ഈ വിഷയം തിരഞ്ഞെടുത്തതും അവതരിപ്പിക്കുന്നതും. സാമുവൽ ഹണ്ടിങ്ടണിൻ്റെ ക്ലാഷ് ഓഫ് സിവിലൈസേഷൻ എന്ന് പറയുന്ന ഒരു പുസ്തകം കഴിഞ്ഞ നൂറ്റാണ്ടിൽ 20-ാം നൂറ്റാണ്ടിൻ്റെ അവസാനത്തിൽ ഏറ്റവും കൂടുതൽ ചർച്ചയായ ഒരു പുസ്തകമാണ്. പ്രസ്തുത പുസ്തകത്തിൽ അദ്ദേഹം നിരീക്ഷിക്കുന്നത് ലോകത്ത് നടക്കാനിരിക്കുന്നത് ടെക്നോളജിയുടെ കളികളല്ല, മറിച്ച് ടെർമിനോളജികളുടെ യുദ്ധമാണ്. ആയുധങ്ങളെക്കാൾ പ്രഹരശേഷിയുള്ള ആശയങ്ങളുടെ ചോരപൊടിയാത്ത യുദ്ധത്തിനാണ് പുതിയ കാലം സാക്ഷ്യം വഹിക്കേണ്ടത് എന്നാണ് അദ്ദേഹം നിരീക്ഷിക്കുന്ന നിരീക്ഷണങ്ങളോട് ഏതാണ്ട് സത്യപ്പെടുത്തുമാറാണ് സാമൂഹിക ശാസ്ത്രജ്ഞൻ എന്ന നിലക്ക് അദ്ദേഹത്തിൻ്റെ കണ്ടെത്തലുകളെ സ്ഥിരീകരിക്കുന്നതാണ് പുതിയ കാലത്ത് നാം കണ്ടുകൊണ്ടിരിക്കുന്നത്. ആശയങ്ങളാണ് യഥാർത്ഥത്തിൽ ശബ്ദവേഗതയേക്കാൾ വെല്ലുന്ന പ്രഹരശേഷിയുള്ള ആയുധങ്ങളായി നമ്മുടെ തലക്കുമുകളിൽ പതിച്ചുകൊണ്ടിരിക്കുന്നത്. ഒരുപക്ഷെ നമുക്ക് ജീവനുണ്ട് എന്ന് നമ്മൾ അവകാശപ്പെടുന്നുണ്ടെങ്കിലും ആ ജീവൻ ആശയങ്ങളുടെ വിസ്ഫോടനം കൊണ്ട് തകർന്നു പോകുന്ന തരത്തിൽ അത്യന്തം അപകടകരമായ സാഹചര്യങ്ങളെയാണ് ലോകത്ത് നാം കണ്ടുകൊണ്ടിരിക്കുന്നത്. ഏതാണ്ട് 2000-ൻ്റെ ഒന്നുകൂടി തെളിച്ചം പറഞ്ഞാൽ കൊറോണാനന്തര ലോക സമൂഹത്തിൻ്റെ ഘടനകളിൽ ഇത്തരത്തിലുള്ള ആശയഗതികളുടെ സ്വാധീനം അതിശക്തമാണ് എന്നു കാണാൻ കഴിയും. സെപ്റ്റംബർ 11 മുമ്പും ശേഷവും ഉള്ള ലോകക്രമത്തെക്കുറിച്ച് വളരെ ഗൗരവത്തിലുള്ള പഠനങ്ങൾ ലോകത്ത് നിർവഹിക്കപ്പെട്ടതുപോലെ കൊറോണയ്ക്ക് മുമ്പും ശേഷവുമുള്ള സാമൂഹിക സ്ഥിതികളെക്കുറിച്ചുള്ള പഠനങ്ങൾ സമകാല ലോകത്ത് നിർവഹിച്ചു കൊണ്ടിരിക്കുന്നുണ്ട്. പ്രാസ്ഥാനികമായും പ്രാദേശികമായും ഈ പഠനങ്ങൾ ഏറെ പ്രസക്തമാണ് എന്ന് ഈ സമയത്ത് അഭിപ്രായപ്പെടുകയാണ്. സാമുവൽ ഹണ്ടിങ്ടൺ ആശയങ്ങളെ എത്രയധികം സ്വാധീനം ചെലുത്തും എന്ന് അഭിപ്രായപ്പെട്ട ആ അഭിപ്രായം എത്ര ശക്തമായി പുലർന്നു എന്ന് നമ്മൾ കാണണം എങ്കിൽ ഇപ്പോൾ ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് കൈകാര്യം ചെയ്യുന്ന ശ്രീമതി ഡോക്ടർ ബിന്ദുവിൻ്റെ
വാചകം ഏറെ പ്രസക്തമാണ്. ബാലുശ്ശേരി സ്കൂൾ യൂണിഫോമുമായി ബന്ധപ്പെടുത്തി അവരുടെ ട്വിറ്ററിൽ കുറിച്ചിട്ടുള്ള ഒരു ട്വീറ്റിൽ ഇപ്പോഴും അത് അവശേഷിക്കുന്നുണ്ട്. അവർ പറയുന്നത്, നിലവിലുള്ള സാമൂഹിക, കുടുംബ, ലൈംഗിക, ജെൻഡർ സാഹചര്യങ്ങളെ മാറ്റിവരയ്ക്കണം എന്നാണ്. ബാലുശ്ശേരി യൂണിഫോമിൻ്റെ പശ്ചാത്തലത്തിൽ മുസ്ലിം സമൂഹം എത്രമേൽ ശക്തമായി അതിനെതിരിൽ രംഗത്തു വന്നിരുന്നുവോ, അതിൻ്റെ കാരണം ഒരു ന്യൂട്രൽ വസ്ത്രം, ജെൻഡർ ന്യൂട്രൽ വസ്ത്രം നടപ്പിലാക്കി എന്നതുകൊണ്ടാണ്. കയ്യിൽ വിരലിൽ എണ്ണിയെടുക്കാവുന്ന വർഷങ്ങളെ ആയിട്ടുള്ളൂ ഇപ്പോൾ. പക്ഷേ മുസ്ലിം സമൂഹം കൊടിപിടിച്ച് ബാലുശ്ശേരി സ്കൂളിനെതിരിൽ മുദ്രാവാക്യം നടത്തി പ്രതിഷേധത്തിൻ്റെ അലമാലകൾ തീർത്ത ഒരു ഘട്ടത്തിനിപ്പുറത്ത് എൻ്റെയും നിങ്ങളുടെയും വീട്ടിൽ നിന്ന് പുറത്തിറങ്ങുന്ന പെൺകുട്ടികളും സഹോദരികളും ഏത് യൂണിഫോമാണ് ധരിക്കുന്നത് എന്നാലോചിക്കുന്നത് നല്ലതാണ്. എത്ര പെട്ടെന്നാണ് ഒരു ആശയത്തെ നമ്മുടെയൊക്കെ മസ്തിഷ്കം വരിഞ്ഞു മുറുക്കുന്നത് എന്നതിന് ഇതിനേക്കാൾ വലിയ തെളിവുകളൊന്നും ആവശ്യമില്ല. അവർ പറഞ്ഞിട്ടുള്ളത്, ഒരു പുതിയ കേരളത്തിൻ്റെ പിറവിക്ക് അനിവാര്യമാകുന്നത് ക്രിയേറ്റിംഗ് എ ന്യൂ കേരള, പുതിയ കേരളം സംവിധാനിക്കണമെങ്കിൽ അതിന് ഹെട്രോ നോർമേറ്റീവ് എക്സ്പെക്റ്റേഷനുകൾ ഒഴിവാക്കണം എന്നാണ്. ഹെട്രോ നോർമേറ്റീവ് എന്ന് പറഞ്ഞാൽ ആണും പെണ്ണുമുള്ള സഹജീവിതം എന്നാണ് അതിൻ്റെ അർത്ഥം. ആ ആണും പെണ്ണും തമ്മിലുള്ള സഹജീവിതത്തെ അവസാനിപ്പിക്കണം എന്ന് ഉന്നത വിദ്യാഭ്യാസം കൈകാര്യം ചെയ്യുന്ന, വകുപ്പ് കൈകാര്യം ചെയ്യുന്ന ഒരാൾ ട്വിറ്ററിൽ കുറിച്ചപ്പോൾ അത് ഇത്ര വിസ്ഫോടന ശക്തിയുള്ള ഒരാശയമായി പുറത്തേക്ക് വരുമോ എന്ന് ഒരുപക്ഷെ എഴുതിയിട്ടുള്ള ആളുകൾക്ക് പോലും സംശയമുണ്ടായിരിക്കാം. പക്ഷേ അത് കുടുംബരഹിതവാദങ്ങളിലേക്കും കുടുംബം എന്ന് പറയുന്നതിനെ ശിഥിലമാക്കുന്നതിലേക്കും ഗൗരവത്തോടുകൂടി കടന്നു വരുന്ന ചൂണ്ടുപലകകളായിരുന്നു എന്ന് വായിക്കാൻ കഴിയും. ഒന്നുകൂടി ആശയസമരത്തിലേക്ക് തിരിച്ചുപോയാൽ, ആദില, നൂറ എന്ന് പറയുന്ന രണ്ട് പെൺകുട്ടികൾ അവർക്കിനി ഒരുമിച്ചു താമസിക്കാൻ കഴിയും എന്ന വളരെ കൃത്യമായ ഒരു നിലപാടിലേക്ക്, വളരെ കൃത്യമായൊരാശയത്തിലേക്ക് നിയമാനുസൃതമായി നിയമങ്ങൾ, കോടതികൾ കൈകാര്യം ചെയ്തു. ഈ കോടതിയുടെ വിധികളെ ബഹുമാനാദരപൂർവം പരിഗണിക്കുകയല്ല, മാനിക്കുകയാണ് ചെയ്യുന്നത്. ആ മാനിക്കുന്ന ഘട്ടത്തിൽ തന്നെ കേരളത്തിലെ അറിയപ്പെടുന്ന ഒരു മന്ത്രി നേരത്തെ പരാമർശ വിധേയമായ മന്ത്രിയുടെ പരാമർശങ്ങളിലും ഇത് കാണാവുന്നതാണ്. അവർ പറഞ്ഞത് വായിച്ചു നോക്കുക. ലെറ്റ് us break away from the traditional idea of the family. Let us break away, നമുക്ക് മുറിച്ചു കളയാം. The traditional idea of the family, കുടുംബത്തിൻ്റെ പാരമ്പര്യമായി നാം കരുതിപ്പോരുന്ന ചില ആശയങ്ങളെ നമുക്ക് പൊട്ടിച്ചു കളയാം. കേരള മിനിസ്റ്റർ ടച്ചിങ് മെസ്സേജ് ഫോർ ട്രാൻസ്ജെൻഡർ പാരൻസ്. ട്രാൻസ്ജെൻഡർ പാരൻസുമായി ബന്ധപ്പെട്ട് അവർ നടത്തിയിട്ടുള്ളൊരു വാചകമാണിത്. അതിനുശേഷം വന്നിട്ടുള്ള അതിൻ്റെ ചില ഭാഗങ്ങളിൽ ഇതിൻ്റെ പിക്ചറുണ്ട്, ഞാൻ ബോധപൂർവ്വം അത് കട്ട് ചെയ്ത് ഒഴിവാക്കിയതാണ്. എന്ന് പറഞ്ഞാൽ കുടുംബരഹിതവാദങ്ങളെ ആരവതരിപ്പിക്കുന്നു എന്ന ചോദ്യത്തിൻ്റെ ഉത്തരം അത് ഉമ്മറപ്പടിയിൽ വന്നു നിൽക്കുന്നുണ്ട് എന്ന് ഗൗരവത്തിൽ പണ്ഡിത സമൂഹമായ നാം തിരിച്ചറിയുന്നില്ലെങ്കിൽ അത് അപകടമാണ് ചെയ്യുന്നത് എന്ന് സൂചിപ്പിക്കാനാണ്. ഒന്നുകൂടി തിരിച്ചു പോയേക്കുക. കേരളത്തിൽ ആദ്യമായി വിവാഹമോചിതരായിട്ടുള്ള വിഡോവേഴ്സിന് ഒരു സംഘടന രൂപീകരിച്ചത് നാം ഇപ്പോൾ നിൽക്കുന്ന കോഴിക്കോട് പട്ടണത്തിലാണ്. ആ കോഴിക്കോട് പട്ടണത്തിലെ വിധവകൾക്ക് തുള്ളിച്ചാടാനും ആനന്ദിക്കാനും, അഥവാ വൈധവ്യമെന്ന് പറയുന്നത്, വിവാഹമോചനമെന്ന് പറയുന്നത്, ഡിവോഴ്സ് എന്ന് പറയുന്നത്, അത് വലിയ ആഘോഷത്തിൻ്റെ ഒരു നിർവൃതിയാണ് പ്രദാനം ചെയ്യുന്നത് എന്ന് പുതിയ തലമുറയെ, സമൂഹത്തെ പഠിപ്പിക്കാനുള്ള ശ്രമങ്ങൾ ഇത്തരം അജണ്ടകൾക്ക് പിന്നിലുണ്ട് എന്ന് പരിശോധിക്കുക. ഇത് ഇവിടെ നമുക്ക് കാണുന്നത് ദ വൈറൽ ക്യാമ്പ് ഇൻ വാഗമൺ എന്നതാണ്. ആ പ്രദേശത്ത് നടന്നിട്ടുള്ള
വിവാഹമോചനം നേടിയിട്ടുള്ള വിദ്യാർത്ഥികളുടെയും യുവതികളുടെയും ആനന്ദത്തോടെയുള്ള ഉത്സാഹത്തിൻ്റെ ചിത്രം സാമൂഹിക മാധ്യമത്തിൽ വന്ന ഇതിൻ്റെ ഭാഗമാണ്. ഇതിൻ്റെയൊക്കെ മുന്നിൽ വെച്ചുകൊണ്ടാണ് ചില കാര്യങ്ങളെക്കുറിച്ച് നമ്മൾ ആലോചിക്കേണ്ടത്. ഇന്ന് പുതിയ തലമുറയ്ക്ക് ആവേശം പകരുന്ന ഇസ്ലാമിക് ഫെമിനിസ്റ്റുകൾ, ആ ടെർമിനോളജി പോലും കൊണ്ടുവരുന്നത് യഥാർത്ഥത്തിൽ മുസ്ലിം ഫെമിനിസ്റ്റുകളാണ്. ഇസ്ലാമിനൊരു ഫെമിനിസ്റ്റ് അപ്രോച്ച് ഉണ്ടായിരിക്കാം, പക്ഷേ ഇസ്ലാമിക് ഫെമിനിസം എന്ന് പറയുന്നൊരു ടെർമിനോളജി പരിചയമില്ല. ഇവിടെ നമ്മൾ കാണുന്ന പലതും, ഞാനിതിൻ്റെ ആശയതലങ്ങളിലേക്ക് പോകുന്നതിനേക്കാൾ ഇതിൻ്റെ ഗൗരവപരമായ ചൂണ്ടുപലകകളിലേക്ക് പോകാനാണ് ഉദ്ദേശിക്കുന്നത്. ഈ ചിത്രത്തിൽ കാണുന്നതും ഇതല്ലാത്തതുമായ എത്രയോ മുസ്ലിം പേരോ ആശയമോ ഉള്ള ആളുകൾ കുടുംബരഹിതവാദങ്ങളെയും ഒരുമിച്ചു ജീവിക്കുന്നതിൻ്റെ പരിസരത്തെയും കുറിച്ചാണ് ആധുനിക സമൂഹത്തിലെ ക്യാമ്പസുകളിൽ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ആമിന വദൂദ്, ലൈല അഹമ്മദ്, ഫാത്തിമ മർനീസി, മാർഗോ ബദ്രാൻ, അസ്ര ബർലാസ്, സൈനബ അൻവർ തുടങ്ങിയിട്ടുള്ള ഇവരൊക്കെയും ഇസ്ലാമിക് ഫെമിനിസം എന്ന് പറയുന്ന സോക്കോൾഡ് ഫെമിനിസത്തിൻ്റെ വക്താക്കളായി പുതിയ കാലത്ത് അല്ലെങ്കിൽ വക്താക്കളായി രംഗത്ത് വന്നുകൊണ്ടിരിക്കുന്നവരാണ്. അവരുടെ വേഷഭൂഷാദികൾക്കപ്പുറത്ത് അതിനേക്കാൾ അപകടകരമാണ് യഥാർത്ഥത്തിൽ അവരുടെ വാദഗതികൾ എന്നത് നാം തിരിച്ചറിയേണ്ടതുണ്ട്. ഈ ചിത്രങ്ങളിൽ കാണുന്ന ഒരാൾ സെക്സ് വർക്കറാണ് എന്നത് ഗൗരവത്തിൽ നാം മനസ്സിലാക്കേണ്ടതുണ്ട്. എന്ന് പറഞ്ഞാൽ ക്യാമ്പസുകളിലേക്കോ പുതിയ തലമുറകളിലേക്കോ പ്രസരണം ചെയ്യപ്പെടുന്ന കുടുംബ വിചാരങ്ങൾ യഥാർത്ഥത്തിൽ ഇതിനെയെല്ലാം ലെറ്റസ് ബ്രേക്ക് അവർ ട്രഡീഷണൽ ഫാമിലി സിസ്റ്റം എന്ന് പറയുന്നതായിട്ടുണ്ട് എന്നതാണ്. എത്ര വേഗതയിലാണ് ആശയങ്ങൾ തലച്ചോറിലേക്ക് കയറിക്കൂടുന്നത് എന്നതാണ് സൂചിപ്പിക്കാനുള്ളത്. മലയാളത്തിൽ പ്രസിദ്ധം ചെയ്തിട്ടുള്ള ഇപ്പോഴും നമുക്ക് വായിക്കാൻ കിട്ടാവുന്ന ചില പുസ്തകങ്ങളുണ്ട്. ഖുർആനിൻ്റെ ഒരു പെൺവായന എന്നത് ഒരുപക്ഷെ തൊക്കിൽ വെച്ച് കക്ഷത്ത് വെച്ചുകൊണ്ട് ഞാൻ ഇതിൻ്റെയൊക്കെ ആളാണ് എന്ന് പറയുന്നില്ലെങ്കിലും വായന നടത്തുന്നുണ്ട് എന്ന് പറയുമ്പോൾ അതിനകത്തുള്ള ഇസ്ലാം വിരുദ്ധതയും ഖുർആൻ വിരുദ്ധതയും എത്രയുണ്ട് എന്ന് അതൊരു വട്ടം വായിച്ചു നോക്കിയാൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. ആമിന വദൂദിൻ്റെ ഖുർആൻ ഒരു പെൺവായന എന്ന പുസ്തകം, ഫാത്തിമ മെർനീസിയുടെ മുഖപടത്തിനപ്പുറത്തുള്ള നേരുകൾ എന്ന് പറയുന്ന പുസ്തകം, ഈ രണ്ട് പുസ്തകത്തിൻ്റെയും പരിസരം എന്ന് പറയുന്നത് ഔദ്യോഗികമായി തയ്യാർ ചെയ്തിട്ടുള്ള കേരളം ലൈംഗികത ലിംഗനീതി എന്ന് പറയുന്ന പുസ്തകത്തിൻ്റെ ഇതിവൃത്തവുമായി സമരസപ്പെട്ട് കിടക്കുന്നുണ്ട് എന്ന് മനസ്സിലാക്കാനാണ്. പിക്ചറുകൾ ആ പുസ്തകത്തിൻ്റേതായതുകൊണ്ട് എന്നോട് ക്ഷമിക്കുക. ഇത്തരത്തിലുള്ള കുറേ ഭാഗങ്ങൾ ഇന്ന് നമുക്ക് മാർക്കറ്റിൽ വാങ്ങാൻ കഴിയും. ഒന്നുകൂടി അതിലേക്ക് ചേർത്ത് പറയട്ടെ, ബഹുമാന്യനായ ഉദ്ഘാടകൻ സൂചിപ്പിച്ചതുപോലെ ഇറാനുമായി ഏതെങ്കിലും തരത്തിലുള്ള ബന്ധം സ്ഥാപിച്ചിട്ടുള്ളതോ സ്ഥാപിച്ചുകൊണ്ടിരിക്കുന്നവരോ ആയ ആളുകൾ ആണ് ഇത്തരത്തിലുള്ള ഇസ്ലാമിക് ഫെമിനിസം എന്ന് പറയുന്ന സോക്കോൾഡ് ഫെമിനിസത്തിൻ്റെ പുസ്തകങ്ങൾ മലയാളത്തിലേക്ക് പരിഭാഷപ്പെടുത്തി പുതിയ കാലത്തെ ആളുകൾക്ക് വായിക്കാൻ കൊടുക്കുന്നത് എന്ന് പണ്ഡിതന്മാരായ നമ്മുടെ തലച്ചോറുകളിൽ പ്രഹരശേഷിയുള്ള ആശയമായി മനസ്സിലാകണം. നാം തിരിച്ചറിയേണ്ടതുണ്ട്. ഇതാണ് ക്യാമ്പസുകളിലേക്ക്, ഇതാണ് പുതിയ തലമുറയിലേക്ക് പ്രസരിപ്പിച്ചു കൊണ്ടിരിക്കുന്നത്. ഒന്ന്. രണ്ടാമത്തേത്, വളരെ കൃത്യമായി ഫണ്ട് ചെയ്തിട്ടുള്ള ആക്ടിവിറ്റികൾ നമ്മുടെ നാട്ടിൽ നടക്കുന്നുണ്ട്. ഫണ്ടഡ് ആക്ടിവിറ്റീസ്. പാശ്ചാത്യ ലോകത്തിൻ്റെയും സയണിസ്റ്റ് പ്രവർത്തനത്തിൻ്റെയും ഭാഗമായി ലക്ഷക്കണക്കിനും ബില്യൺ കണക്കിനുമൊക്കെയുള്ള പണം ചെലവഴിച്ചിട്ട് വളരെ കൃത്യവും ആസൂത്രിതവുമായി സിവിലൈസ്ഡ് മുസ്ലിം കമ്മ്യൂണിറ്റിയെ തകർക്കാനുള്ള ശ്രമങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അതിലേറ്റവും കൂടുതൽ ഉന്നം വയ്ക്കുന്ന പ്രദേശം എന്ന് പറയുന്നത് കേരളമാണ്. ഇത് കേരള ജംഇയ്യത്തുൽ ഉലമയെ പോലെയുള്ള നാം തിരിച്ചറിഞ്ഞേ പറ്റൂ. അവിടെ മാർഗോ ബദ്രാനും ആമിന വദൂദും സമകാലത്ത് കേരളത്തിൽ വന്നുപോയി തിരിച്ചുപോയവരാണ്. മാർഗോ ബദ്രാനും ആമിന വദൂദും ഇസ്ലാമിക് ഫെമിനിസത്തിൻ്റെ പേരിൽ എഴുന്നു നിന്നവരാണ്. ഇവർ രണ്ടുപേരും കയറിയിട്ടുള്ള ക്യാമ്പസ് മലബാറിലാണ് എന്ന് മനസ്സിലാക്കേണ്ടതുണ്ട്. മഞ്ചേരി പരിസരത്തിലുള്ളൊരു ക്യാമ്പസിലാണ് ആദ്യം വന്നത്, കോഴിക്കോട് പരിസരത്തുള്ളൊരു ക്യാമ്പസിലാണ് രണ്ടാമത് വന്നത്. എങ്ങനെയാണ് അവരിവിടെ എത്തിയത്? എന്തിനാണ് അവരിവിടെ എത്തിയത്? ഒരുപക്ഷെ അവർ പറയുന്നത് അക്കാദമിക നിലവാരമുള്ള മറ്റു വല്ല വിഷയങ്ങളും ആയിരിക്കാം.
പക്ഷേ അവരെ വായിക്കുകയും അവരിലൂടെ വായന നടത്തുകയും ചെയ്യുന്നൊരു പരിസരത്തെ ഉണ്ടാക്കുന്നതിനാവശ്യമായ ഫണ്ടുകൾ വളരെ കൃത്യമായി നൽകുകയും സ്ട്രക്ചേർഡായ സിവിലൈസ്ഡായ ഇസ്ലാമിക സമൂഹങ്ങൾ എവിടെയുണ്ടോ അവിടെ 2 ഭാഗങ്ങൾ നിർവഹിക്കണം എന്നതാണ് ഈ ആശയത്തിലേക്ക് പുറത്തു വന്നിട്ടുള്ളത്. ഒന്ന്, നിലവിലുള്ള കുടുംബത്തിൽ ശൈഥില്യമുണ്ടാക്കുകയും ആ ശൈഥില്യത്തിൻ്റെ അടിസ്ഥാനത്തിൽ കുടുംബഘടന എന്ന് പറയുന്നത് വിഷമകരമായ ഒന്നാണ് എന്ന് ബോധ്യപ്പെടുത്തുകയും ചെയ്യുക. 2, പുതിയ കുടുംബത്തിലേക്ക് പ്രവേശിക്കാനിരിക്കുന്ന നവ ആളുകൾക്ക് കുടുംബമെന്ന് പറയുന്നത് അതൊരു കെട്ടിക്കുടുക്കാണ് എന്ന് ബോധ്യപ്പെടുത്തുകയോ അതൊരുപാട് തടസ്സങ്ങൾ സൃഷ്ടിക്കുന്നതാണ് എന്ന് പറയുകയോ ചെയ്യുന്ന സാഹചര്യം ഉണ്ടാക്കി കൊടുക്കുക. കുടുംബഘടനയെ അവസാനിപ്പിച്ചുകൊണ്ട് പിന്നീട് അവരുടെ ശാരീരികമായ ആവശ്യങ്ങളുടെ പൂർണ്ണതയ്ക്ക് വേണ്ടിയിട്ട് മറ്റു ചില സ്വാതന്ത്ര്യ സമീപനങ്ങൾ, ലിബറലിസം പോലെയുള്ള സംവിധാനങ്ങൾ കൊണ്ടുവരികയും ചെയ്യുക. ഇതിന് വളരെ ഔദ്യോഗികമായ ഫണ്ട് വാങ്ങുകയും സ്ട്രക്ചേർഡായ മുസ്ലിം സമൂഹത്തിൽ ആവശ്യമായ പ്രവർത്തനങ്ങൾ നിർവഹിക്കുകയും ചെയ്യുന്നുണ്ട് എന്നതാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. കാര്യങ്ങൾ വായിക്കുന്ന ആളുകൾക്ക് ഇത് ഉൾക്കൊള്ളാൻ കഴിയും. ഇവിടെ ഒരൊറ്റ ഭാഗം മാത്രമാണ് ഞാൻ സൂചിപ്പിക്കുന്നത്. ഇസ്ലാമിക് ഫെമിനിസം എന്ന് പറയുന്ന അതിൻ്റെ കീഴിൽ നടപ്പിലാക്കിയിട്ടുള്ള ഒരു പദ്ധതിയാണ് റൈറ്റ് അറ്റ് ഹോം എന്ന് പറയുന്നത്. ആ പദ്ധതി നടപ്പിലാക്കുന്ന സമയത്ത് കുടുംബത്തിൽ ഏറ്റവും നല്ല ഒരു ശാക്തീകരണം ഉണ്ടാകണം, ഏറ്റവും നല്ല സ്നേഹവും മറ്റുമൊക്കെ ഉണ്ടാകണം എന്ന നിലയ്ക്കുള്ള മിഷനും വിഷനും അവതരിപ്പിച്ചുകൊണ്ടാണ് റൈറ്റ് അറ്റ് ഹോം പദ്ധതി നടപ്പിലാക്കിയത്. 2000 ആരംഭിക്കുകയും പിന്നീട് അത് തുടരുകയും ചെയ്തിട്ടുള്ള ഒരു പദ്ധതിയാണിത്. ഈ പദ്ധതിക്ക് സഹായം കൊടുത്തിട്ടുള്ളത് നെതർലാൻഡ് സർക്കാരാണ്. നെതർലാൻഡ് സർക്കാരിൻ്റെ ദ ഇൻ്റർനാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഫോർ ദ സ്റ്റഡി ഓഫ് ഇസ്ലാം ഇൻ ദ മോഡേൺ വേൾഡ് ISIM എന്ന് പറയുന്ന സംഘടനയുടെ നേതൃത്വത്തിലാണ് ഇതിന് ഫണ്ട് കൊടുത്തിട്ടുള്ളത്. ഇതിൽ പറയുന്നത്, രണ്ടാമത് പരാമർശിച്ച ISIM-ൽ പറയുന്നത് നിലവിലുള്ള കുടുംബഘടനയുടെ പൊളിച്ചെഴുത്താണ്. ഇസ്ലാമിക സമൂഹം പാലിച്ചു പോരുന്ന കുടുംബ സംവിധാനങ്ങളെ തകർക്കണം എന്നതാണ്. അതിൻ്റെ ഫോട്ടോസ്റ്റാറ്റാണ് റൈറ്റ് അറ്റ് ഹോം എന്ന് പറയുന്ന പദ്ധതിയായി ഇസ്ലാമിക് ഫെമിനിസം നടപ്പിലാക്കുന്നത്. കൃത്യമായി സർക്കാരുകളും സർക്കാരിതര സംഘടനകളും പണം കൊടുത്തിട്ടാണ് ഇവരെ പോലെയുള്ളവരെ ഇത്തരം തലങ്ങളിലേക്ക് പറഞ്ഞയക്കുന്നത്. ഒരുപക്ഷെ ഈ പദ്ധതിയെക്കുറിച്ചൊരു അക്ഷരം പോലും അവർ കേരളത്തിൽ വരുമ്പോൾ സംസാരിച്ചിട്ടുണ്ടായിരിക്കില്ല. കൾച്ചറൽ അറ്റാഷകളുടെ കീഴിൽ നടന്നുകൊണ്ടിരിക്കുന്ന പ്രവർത്തനങ്ങൾ സിവിലൈസ്ഡായ കേരളീയ സമൂഹത്തെ എങ്ങനെയാണ് ബാധിക്കുന്നത് എന്ന് മനസ്സിലാകണം എങ്കിൽ 5 വർഷം കൂടെ നമുക്ക് യാത്ര ചെയ്യേണ്ടി വരും. ആ ഗൗരവം കൊറോണാനന്തരം നമുക്ക് ലഭിക്കുന്നുണ്ട് എന്നതാണ് സൂചിപ്പിക്കാനുള്ളത്. മാത്രവുമല്ല, ഇതിൻ്റെ ഒരു സമാനത കൂടി പറഞ്ഞാൽ, റൈറ്റ് അറ്റ് ഹോം എന്ന് പറയുന്ന പദ്ധതി യുണൈറ്റഡ് സ്റ്റേറ്റ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് പീസ് USIP എന്ന് പറയുന്ന അമേരിക്കയുടെ ഒരു സംഘടനയുടേതാണ് എന്നത് അതിൻ്റെ ഉൾരാഷ്ട്രീയത്തിൽ നിന്ന് നമുക്ക് പഠിക്കാൻ കഴിയും. ഇത് അമേരിക്ക സ്പോൺസേഡ് ചെയ്തൊരു സംവിധാനമാണ്. നേർക്കുനേരെ അമേരിക്ക സ്പോൺസേഡ് ചെയ്യുമ്പോൾ അതിന് പ്രതിസന്ധികൾ വരും. മറ്റൊരു സർക്കാരിൻ്റെയോ മറ്റൊരു സർക്കാരിതര കക്ഷികളുടെയോ അടിസ്ഥാനത്തിൽ ഇതിനെ പുറത്തേക്ക് കൊണ്ടുവരുന്നു. ഇതിനെ പുറത്തേക്ക് കൊണ്ടുവന്നിട്ട് ഇത് നടപ്പിലാക്കാനുള്ള ശ്രമങ്ങൾ നടക്കുന്നു. നാഷണൽ ഫൗണ്ടേഷൻ ഫോർ ദ ഡെമോക്രസി എന്ന് പറയുന്ന US-ലെ ഒരു സംവിധാനമാണ് ഈ പദ്ധതിയെ നടപ്പിലാക്കിയത്. US-ൽ നിന്ന് ആരംഭിക്കുകയും നെതർലാൻഡ് സർക്കാരുകളിൽ വഴിയോ സർക്കാരിതര സംവിധാനങ്ങളിലൂടെയോ കടന്നു വരികയും ഇസ്ലാമിക ഫെമിനിസം എന്ന പേര് ചാർത്തപ്പെട്ട ആളുകൾ കൊണ്ടുവരികയും ചെയ്തിട്ടുള്ള ഈ പദ്ധതിയുടെ അനുരണനങ്ങൾ മഞ്ചേരിയിലും കോഴിക്കോടും എങ്ങനെയാണ് എത്തിച്ചേർന്നത് എന്ന് വായിക്കാൻ തലച്ചോർ പണയം വെക്കാത്ത നമുക്ക് കഴിയണം. അങ്ങനെ വായിക്കുമ്പോഴേ പുതിയ തലമുറയുടെ സാഹചര്യങ്ങളെ എവിടേക്ക് കൊണ്ടുപോകുന്നു എന്ന് മനസ്സിലാക്കാൻ കഴിയുകയുള്ളൂ. ഇവിടെ ടെർമിനോളജികളാണ് ഏറ്റവും അധികം പ്രതിസന്ധി ഉണ്ടാക്കുന്നത് എന്ന് സൂചിപ്പിക്കാനാണ് ഞാൻ ഈ ഭാഗം ഉപയോഗിച്ചിട്ടുള്ളത്. ഫെമിനിസം, ഇസ്ലാമോഫോബിയ, ജെൻഡർ പൊളിറ്റിക്സ്, ലിബറലിസം തുടങ്ങിയ തലങ്ങളിൽ എത്ര ഗൗരവത്തിലാണ് കുടുംബരഹിതവാദങ്ങൾ അവതരിപ്പിക്കുന്നത് എന്ന് പരിശോധിക്കുക. വളരെ സന്തോഷകരവും ആശ്വാസകരവുമായൊരു കാര്യം എന്ന് പറഞ്ഞാൽ, നമ്മുടെ പ്രസ്ഥാനത്തിൻ്റെ ഏറ്റവും ഇളം തലമുറയിൽപ്പെട്ട MSM-ഉം ISM-ഉം ഒക്കെ വളരെ ഗൗരവത്തിൽ ഈ വിഷയത്തെ കാണുകയും
അവർ ഗ്രാസ് റൂട്ട് ലെവലിൽ നിന്ന് തന്നെ ഈ വിഷയം പഠിപ്പിക്കുകയും നമ്മുടെ വിദ്യാർത്ഥികളെ ഒരു കാരണവശാലും ഈ ആശയങ്ങളിലേക്ക് ചേക്കേറുന്നവരായി മാറരുത് എന്ന് ഗൗരവബോധത്തോടുകൂടി സമീപിക്കുകയും ചെയ്തിട്ടുള്ള പഠനങ്ങളും അതേപോലെ തന്നെ പാഠ്യേതര പ്രവർത്തനങ്ങളുമായി മുന്നോട്ട് പോകുന്നുണ്ട്. മുക്തകണ്ഠം അവരെ നാം പ്രശംസിക്കേണ്ടതുണ്ട് എന്നതാണ് ഈ സമയത്ത് സൂചിപ്പിക്കാനുള്ളത്. ഇത് വെറുതെ പുറത്തേക്ക് വന്നതല്ല. ഈ ഒരു വിദ്യാർത്ഥി പ്രസ്ഥാനത്തിൻ്റെ നേതൃത്വത്തിൽ വന്നിട്ടുള്ള ഈ രണ്ട് ഭാഗങ്ങൾ, പ്രത്യേകിച്ച് ഇവിടെ യാതൊരുതര വേർതിരിവും ആവശ്യമില്ല എന്ന് പറയുന്നുവെങ്കിൽ, നമ്മളത് കാണുകയും ചിരിക്കുകയും കളിക്കുകയും ചെയ്ത് ഒഴിവാക്കുന്നുവെങ്കിൽ, ഇതിൻ്റെ മറ്റൊരു പതിപ്പായി പുറത്തേക്ക് വന്നിട്ടുള്ളതാണ് ലിവിങ് ടുഗദർ എന്ന് പറയുന്ന ആശയം എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. സെക്കൻഡ് സെക്സ് എന്ന് പറയുന്ന സിമോൺ ബൂവേയുടെയും അതേപോലെ തന്നെ സെക്സ് ജെൻഡർ ഡിഫറൻസിനെ കുറിച്ചുമൊക്കെ പറഞ്ഞിട്ടുള്ള പഠനങ്ങൾ, ഈ പഠനങ്ങളാണ് ഇന്ന് ക്യാമ്പസുകളിൽ പഠിപ്പിക്കപ്പെടുന്നത്. ഒരുപക്ഷെ ഇപ്പോൾ നമ്മൾ കുട്ടികൾ പഠിച്ചുകൊണ്ടിരിക്കുന്ന 4 വർഷത്തെ ഡിഗ്രി സംവിധാനം, ആ ഡിഗ്രി സംവിധാനങ്ങളുടെ പാഠപുസ്തകങ്ങൾ പരിശോധിച്ച് നോക്കുക. ആ പാഠപുസ്തകങ്ങളിൽ നേർക്കുനേരെയും പ്രത്യക്ഷവും പരോക്ഷവുമായിട്ട് ഈ സിദ്ധാന്തങ്ങൾ അവതരിപ്പിക്കപ്പെടുന്നുണ്ട് എന്നത് ഗൗരവത്തിൽ നാം കാണേണ്ടതുണ്ട്. ജെൻഡർ പഠനങ്ങൾ ഈ രംഗത്തേക്ക് പുതിയ തലമുറയെ വലിച്ചു കൊണ്ടുവരികയാണ് ചെയ്യുന്നത്. വേർതിരിവുകൾ, ആൺപെൺ എന്ന് പറയുന്ന വ്യത്യസ്ത അവസ്ഥകൾ, അതിനെ മാറ്റിയിട്ട് ഒരു സ്വാതന്ത്ര്യത്തിൻ്റെ ലോകത്തേക്ക് പോവുകയാണ് വേണ്ടത് എന്ന ആശയങ്ങൾ കേരള യൂണിവേഴ്സിറ്റിയിലും കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിലും ഒരു വേള ഇന്ത്യയുടെ എല്ലാ യൂണിവേഴ്സിറ്റികളിലും സമാന സ്വഭാവത്തിൽ പഠിപ്പിക്കപ്പെടണം എന്ന ആശയധാരയുടെ ഭാഗമായിട്ട് കൂടിയാണ് പുതിയ നാഷണൽ എഡ്യൂക്കേഷൻ പോളിസിയുടെ ഒരു തലം കടന്നു വരുന്നത് എന്നത് നാം പരിശോധനാ വിധേയമാക്കിയാൽ മനസ്സിലാക്കാൻ കഴിയുന്നതാണ്. ജോഡിറ്റ് ബട്ട്ലർ ആദ്യമായി കുടുംബരഹിതവാദങ്ങൾ അവതരിപ്പിച്ചു. കുടുംബമെന്ന് പറയുന്ന സംവിധാനത്തെ തകർക്കണം എന്ന് ആദ്യമായി പറഞ്ഞു വരുന്നത് ഇവരാണ്. പക്ഷേ ഇവരിത് പറയുമ്പോൾ ഒരുപക്ഷെ അത്ര ശക്തി ഇതുണ്ടായിരുന്നില്ല. എന്നാൽ പിന്നീട് ഇവരെ കോട്ട് ചെയ്യുകയും ഇവരെ കൊണ്ടുവരികയും ചെയ്യുന്ന അവസ്ഥയാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. ഇടതുപക്ഷം എന്ന് ഞാൻ പറയുന്നില്ലെങ്കിലും മാർക്സിസ്റ്റ് ആശയധാരകളിൽ ഏറ്റവും ശക്തമായി സ്വാധീനം ചെലുത്തിയിട്ടുള്ള ഫിലോസഫർ കൂടിയാണ് ജോഡിറ്റ് ബട്ട്ലർ എന്ന് പറയുന്നത്. ആ ആശയധാര ഇനി നമ്മൾ കൂട്ടിവായിക്കേണ്ടത് ആ ആശയധാരയുടെ സമീകരണം സംഭവിക്കുന്നത് ബാലുശ്ശേരി യൂണിഫോമിൽ നിന്ന് ലഭിക്കുന്ന ട്വിറ്ററിൻ്റെ ഹെട്രോ നോർമേറ്റിവിറ്റി പൊളിച്ചതിന് ശേഷം പുതിയ കേരളത്തെ സംവിധാനിക്കണം എന്ന് പറയുന്ന ട്വീറ്റിലൂടെയാണ്. എങ്ങനെയാണ് ഇത് തമ്മിൽ കണക്ട് ചെയ്യപ്പെട്ടത്? ആരാണിത് തമ്മിൽ കണക്ട് ചെയ്യപ്പെട്ടത്? ഏതടിസ്ഥാനത്തിലാണ് ഇത് തമ്മിൽ കണക്ട് ചെയ്യപ്പെട്ടിട്ടുള്ളത്? ജോഡിറ്റ് ബട്ട്ലറെ കുറിച്ച് വിശദമായി നെറ്റ് വഴി നമുക്ക് പഠിക്കാം. ഈ ഭാഗങ്ങൾ നമുക്ക് കിട്ടുന്നതാണ്. അതേപോലെ തന്നെ 1972 ആനോക്ലി എന്ന് പറയുന്ന ഫെമിനിസ്റ്റ്, ബ്രിട്ടീഷ് സോഷ്യോളജിസ്റ്റും ഫെമിനിസ്റ്റും അതേപോലെ തന്നെ യൂണിവേഴ്സിറ്റി ഓഫ് ലണ്ടനിലെ പ്രൊഫസറുമായിട്ടുള്ള ആൻ ഓക്ലി ഒരു പുസ്തകം പ്രസിദ്ധീകരിക്കുന്നു. ആ പുസ്തകം സെക്സ്, ജെൻഡർ ആൻഡ് സൊസൈറ്റി എന്ന് പറയുന്ന പുസ്തകമാണ്. 1976 അവർ ഡിക്ലെയർ ചെയ്യുന്നു ഈ ആശയഗതി സമൂഹത്തിൽ വേരുറച്ചു പോകും എന്നത്. ആ ആശയഗതി 76 ഡിക്ലെയർ ചെയ്യുമ്പോൾ 86, 96, 2006, 2016, 2026 അരനൂറ്റാണ്ടിൻ്റെ കാലം സഞ്ചരിച്ചിട്ടുണ്ടിവിടെ. ഈ അരനൂറ്റാണ്ടിൻ്റെ കാലം സഞ്ചരിച്ചപ്പോൾ എന്താണോ സ്വപ്നം കണ്ടിട്ടുള്ളത്, എന്താണോ സ്വപ്നം കാണാൻ വേണ്ടി ആവശ്യപ്പെട്ടിട്ടുള്ളത്, ആ ആവശ്യത്തിൻ്റെ മറ്റൊരു പതിപ്പ്, ജീവിക്കുന്ന പതിപ്പ് ലോക സാഹചര്യത്തിൽ സൃഷ്ടിച്ചിട്ടുണ്ട് എന്നത് നാം വായിക്കേണ്ട ഗൗരവമുള്ള ഒരു കാര്യമാണ്. എന്തിനാണ് കല്യാണം എന്ന് പറയുന്നത്, അല്ലെങ്കിൽ സ്വവർഗ വിവാഹം എന്ന് പറയുന്നത് അനുവദിക്കപ്പെടേണ്ടതില്ലേ? അവർ ഒരുമിച്ച് ജീവിക്കുന്നുവെങ്കിൽ എന്താണ് ഇത്ര വലിയ തെറ്റ് എന്നത് പെട്ടെന്ന് തോന്നിയതാണോ? നമ്മുടെയൊക്കെ തലമുറകളിൽപ്പെട്ട ആളുകൾക്ക് പെട്ടെന്ന് തോന്നിപ്പോയതാണോ? അതോ തോന്നുന്നതിന് പ്രത്യേകിച്ച് വല്ല കാരണവും ഉണ്ടായിരുന്നുവോ? ആ കാരണങ്ങൾ അന്വേഷിക്കണം എന്നതാണ്, ആ കാരണങ്ങൾ പഠിക്കണം എന്നതാണ്, ആ കാരണത്തിൻ്റെ പിന്നിലുള്ള ആശയഗതിയെ തിരിച്ചറിയണം എന്നതു മാത്രമാണ് ഈ വിഷയത്തിൽ സൂചിപ്പിക്കാനുള്ളത്. ചില ഭാഗങ്ങൾ ഒഴിവാക്കുകയാണ്. കുടുംബം എന്ന് പറയുന്നത് ഏറ്റവും
ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സ്ഥാപനമാണ് എന്ന് നമുക്കറിയാം. ആദിമ സ്ഥാപനമാണ് കുടുംബം എന്നത്. വ്യക്തി സമൂഹം, വ്യക്തിയുടെ ശരീരം, വ്യക്തിയുടെ വികാരം, വ്യക്തിയുടെ ഇടപഴകലുകൾ തുടങ്ങിയിട്ടുള്ള സർവ്വതല സ്പർശിയായ രംഗങ്ങളിൽ കടന്നു വരുന്നതാണ് കുടുംബം എന്ന് പറയുന്നത്. അത്രയധികം അത്രയധികം വേരോട്ടമുള്ള ഒന്നാണ് യഥാർത്ഥത്തിൽ കുടുംബം എന്ന് പറയുന്നത്. ആ കുടുംബത്തിൽ നേരത്തെ ഞാൻ പറഞ്ഞതുപോലെ ഒന്നുകിൽ കുടുംബരഹിതവാദം ഉണ്ടാവുക, അല്ലെങ്കിൽ കുടുംബത്തിൻ്റെ ശിഥിലത ഉണ്ടാവുക, അല്ലെങ്കിൽ കുടുംബത്തിൻ്റെ ഘടനയെ നിഷേധിക്കുക. ഈ 3 തലങ്ങളിലേക്കാണ് ഇത് കടന്നു വന്നത്. ആ ഭാഗങ്ങൾ ഒരു പ്രപഞ്ചത്തിൻ്റെ പ്രാപഞ്ചികമായ നാശം എന്ന അർത്ഥത്തിലാണ് വിശുദ്ധ ഖുർആൻ അതിനെ കാണുന്നത് എന്ന് നാം കൂട്ടി വായിക്കുക. വമിൻ ആയാത്തിഹി, നിക്കാഹ് ഖുതുബയിൽ പലപ്പോഴും നമ്മൾ പറയാറുള്ളതാണ്. പക്ഷെ അതിന് ശേഷമുള്ള വാക്കുകളാണ് കൂടുതൽ വിശദീകരിക്കാൻ നമുക്ക് താല്പര്യം. വമിൻ ആയാത്തിഹി എന്ന് പറയുന്ന ആയാത്തിഹി എന്ന സൂറത്തു റൂമിലെ വിവിധ വചനങ്ങളിൽ വന്നിട്ടുള്ള ആ ഭാഗത്തേക്ക് ഒന്നുകൂടി ദൈവികമായ ദൃഷ്ടാന്തമാണ്. ഞാനും നിങ്ങളും ഇവിടെ ഉള്ളത് അള്ളാഹു ഉണ്ട് എന്നതിൻ്റെ അടയാളമാണ് എന്നത് സവിസ്തരമൊന്ന് പഠിച്ചു നോക്കിയാൽ ആ കുടുംബത്തിൻ്റെ മാഹാത്മ്യം നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. പഠനത്തിന് വേണ്ടി അത് ഒഴിവാക്കുന്നു. വഇദാ തവല്ല സഅഫിൽ അർളി ലിയുഫ്സിദ ഫീഹാ വയുഹ്ലികുൽ ഹർസ വന്നസ്ല വല്ലാഹു ലാ യുഹിബ്ബുൽ ഫസാദ് എന്ന് പറഞ്ഞാൽ ഒരു കുടുംബ സംവിധാനത്തെ, നസ്ലിനെ, പ്രത്യുൽപ്പന്നമതിത്വമുള്ള ഒരു കുടുംബ സംവിധാനം, അതല്ലെങ്കിൽ വംശവർദ്ധനവുണ്ടാകുന്ന കുടുംബ സംവിധാനം, മനുഷ്യരാശിയുടെ വളർച്ച എന്ന് പറയുന്ന സംവിധാനം, ആ സംവിധാനത്തെ തകർക്കുക എന്ന് പറയുന്നത് അതായിരിക്കും അധികാരം ഏറ്റെടുത്തതിന് ശേഷം നിർവഹിക്കുന്നത് എന്ന വിശുദ്ധ ഖുർആനിൻ്റെ സൂറ ബഖറയിലെ ഈ വചനം ആഴത്തിൽ നാം പഠിക്കേണ്ടതുണ്ട്. ഫസാദ്, ഫാഹിഷത്ത്, അതേപോലെ തന്നെ ഫാഹിഷ മുബയ്യന എന്ന് തുടങ്ങിയ വചനങ്ങളിലൂടെ എല്ലാം വിശുദ്ധ ഖുർആൻ പറയുന്നത് കുടുംബ രഹിതവാദമോ, കുടുംബ നിഷേധവാദമോ, കുടുംബ ശൈഥില്യമോ അത് അപകടകരമാണ് എന്നതാണ്. ഫസാദുൻ ഫിൽ അർള് ഹലാക്കുൻ എന്ന ആശയമാണ് അതിൽ സൂചിപ്പിക്കുന്നത്. ഇനി ചില ഭാഗങ്ങൾ കൂടി പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കാം. കുടുംബരഹിതവാദങ്ങൾ, ആൻറ്റി ഫാമിലി മൂവ്മെൻറ്റുകൾ സമൂഹത്തിൽ രംഗത്ത് വരുന്നതിന് ഒരു ചരിത്രപരമായ പശ്ചാത്തലമുണ്ടായിരുന്നു. ആ ചരിത്രപരമായ പശ്ചാത്തലം വ്യവസായവൽക്കരണത്തിൻ്റെയും നഗരവൽക്കരണത്തിൻ്റെയും കാലത്ത് ആരംഭിച്ചതാണ്. അഥവാ മനുഷ്യന് കുറച്ചുകൂടി ബന്ധങ്ങൾ വിശാലമാവുകയും സൗകര്യങ്ങൾ വിശാലമാവുകയും ചെയ്തൊരു സാഹചര്യത്തിലാണ് ഇത് ആരംഭം കുറിക്കുന്നത്. പണ്ടുകാലങ്ങളിൽ ട്രഡീഷണൽ ഫാമിലി സിസ്റ്റത്തിനിടക്ക് ചെറിയ ചെറിയ അപവാദങ്ങൾ കടന്നു വന്നത് ഈ ഒരു സാഹചര്യത്തിലാണ്. പക്ഷേ ആ സാഹചര്യം അത്ര ശക്തമായിരുന്നില്ല. പിന്നീട് രംഗത്ത് വന്നിട്ടുള്ള മാർക്സിസ്റ്റ് ആശയങ്ങൾ, ഞാൻ ഒന്നുകൂടി ആവർത്തിക്കുന്നു, ഇടതുപക്ഷ ആശയങ്ങൾ എന്നല്ല ഞാൻ ഉദ്ദേശിക്കുന്നത്, മാർക്സിസ്റ്റ് ആശയങ്ങൾ. ആ മാർക്സിസത്തിൻ്റെ പുസ്തകത്തിൽ സെക്സ്, ജെൻഡർ, ലിബറേഷൻ മൂവ്മെൻറ്റുകളെ സംബന്ധിച്ചുള്ള ഭാഗങ്ങൾ എംഗൽസിൻ്റെയും അതേപോലെ തന്നെ മാർക്സിൻ്റെയും പുസ്തകങ്ങളിലൊക്കെ നമുക്ക് വായിക്കാൻ കഴിയുന്നതാണ്. അവിടെ സ്വകാര്യ സ്വത്ത് തകർക്കുന്നതിന് കാരണമായി തീരുന്ന ഒന്നാണ് യഥാർത്ഥത്തിൽ കുടുംബം എന്ന് കൃത്യമായി രേഖപ്പെടുത്തിയിട്ടുണ്ട്. അതുകൊണ്ട് കുടുംബഘടനയെ യഥാർത്ഥത്തിൽ നമുക്ക് ഇല്ലാതാക്കേണ്ടതുണ്ട് എന്നതാണ് അടിസ്ഥാനപരമായി കടന്നു വന്നിട്ടുള്ളത്. വിമർശനത്തിൻ്റെ ഭാഗങ്ങൾ എന്നത് കുടുംബം എന്ന് പറയുമ്പോൾ അതിന് മുകളിൽ ഒരു പുരുഷൻ എന്ന് പറയുന്ന ഒന്നുണ്ട്, പാട്രിയാർക്കിയുണ്ട്. ആ പുരുഷാധിപത്യം അത് പിതാവ് എന്ന നിലക്ക് പിതൃത്വത്തിൻ്റെ അടയാളങ്ങളോ ഉപകരണങ്ങളോ ആയി വരുന്നുണ്ട്. ആൺവായനയാണ് അവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. ഇതൊരു ഭാഗത്തെ വിമർശനമാണ്. ഈ വിമർശനം നിലനിൽക്കുമ്പോൾ നാം കാണേണ്ടത് വിശുദ്ധ ഖുർആനിൻ്റെ ചില വചനങ്ങളെയോ ഇസ്ലാമിലെ ചില വചനങ്ങളെയോ പൊളിച്ചെഴുതണം എന്നതല്ല, മറിച്ച് പരമ്പരാഗതമായി സ്വീകരിച്ചു വരുന്ന ചില ആശയങ്ങൾക്കപ്പുറത്തേക്ക് വിശുദ്ധ ഖുർആൻ ഇതിലേക്ക് വല്ല സൂചനയും നൽകുന്നുണ്ടോ എന്നതാണ് നാം ആലോചിക്കേണ്ടത്. കുടുംബത്തെ നിയന്ത്രിക്കുന്നത്, കുടുംബത്തിൻ്റെ ഉത്തരവാദിത്തമുള്ളത്, കുടുംബനാഥനായി പരിഗണിക്കുന്നത് ഒരു പുരുഷനാണ് എന്നതു ശരിയാണ്. പക്ഷേ അർരിജാലു ഖവ്വാമൂന എന്ന് പറയുന്ന ഖവ്വാം എന്ന് പറയുന്ന പദത്തിന് ആണധികാരം എന്നതോ പുരുഷന് സ്ത്രീയുടെ മേൽ അധികാരമുണ്ട് എന്ന് പറയുന്നതോ ആയ വ്യാഖ്യാനങ്ങൾ യഥാർത്ഥത്തിൽ ഭാഷാപരമായി ശരിയാണോ, വിശുദ്ധ ഖുർആനിൻ്റെ ആശയമായി ശരിയാണോ, സാമൂഹിക പരികൽപ്പന പ്രകാരം ശരിയാണോ
എന്നത് നാം ആലോചിക്കണം. അതല്ല, കൂടുതൽ ശരിയായ ഒന്ന് ഖവ്വാം എന്ന് പറയുന്നതിന് ഉണ്ടോ എന്നുകൂടി നാം ചിന്തിക്കേണ്ടതാണ്. അറബി തഫ്സീറുകളിലൊന്നും അധികാരവുമായി കണക്ട് ചെയ്യാവുന്ന ഒരു ആശയത്തെ ഖവ്വാം എന്ന് പറയുന്ന പദത്തിലൂടെ പുറത്തേക്ക് കൊണ്ടുവന്നിട്ടില്ല. പിന്നെ എങ്ങനെയാണ് നമ്മുടെ പശ്ചാത്തലത്തിലോ കേരളീയ പശ്ചാത്തലത്തിലോ അത്തരമൊരു അർത്ഥഘടനയിലേക്ക് ആ പദത്തെ ഉപയോഗപ്പെടുത്തിയത് എന്നത് അറിഞ്ഞുകൂടാ. അവിടെ ഞാൻ സൂചിപ്പിക്കുന്നത്, ലോകത്ത് കുടുംബരഹിതവാദങ്ങൾ അവതരിപ്പിക്കുന്നവരുടെ പ്രധാനപ്പെട്ട ഒരു മേഖല എന്നത്, വിമർശനത്തിൻ്റെ മേഖല, ഈ പാട്രിയാർക്കിയാണ്, കുടുംബാധിപത്യമാണ്. ഖുർആനിനെ വായിക്കുന്നത് ആണുങ്ങളാണ്, കുടുംബത്തെ വായിക്കുന്നത് ആണുങ്ങളാണ്, ഒരു വേള ദൈവം പോലും ആണായിട്ടാണ് അവതരിപ്പിക്കുന്നത് എന്നുവരെ പറഞ്ഞു വെച്ചിട്ടുണ്ട്. അതുകൊണ്ട് അത്തരം ആശയങ്ങൾക്ക് ശക്തി പകരുന്ന ഏതെങ്കിലും തരത്തിലുള്ള രംഗങ്ങൾ നമ്മുടെ സംസാരങ്ങളിലോ എഴുത്തുകളിലോ പ്രവർത്തനങ്ങളിലോ ഉണ്ടോ എന്ന പുനഃപരിശോധനയും ഉണ്ടാകാൻ പാടില്ല എന്ന ശാഠ്യവുമാണ് യഥാർത്ഥത്തിൽ ആവശ്യമുള്ളത്. കാരണം അല്ലെങ്കിലേ കുരങ്ങനായിട്ടുള്ളൊരു സമൂഹത്തിന് ഏണി കൂടി നമ്മൾ വെച്ചു കൊടുക്കരുത്. ഇത്രയും ശക്തമായ കുടുംബരഹിത വാദങ്ങൾ അവതരിപ്പിക്കുന്നിടത്ത് ആ കുടുംബരഹിത വാദങ്ങളുടെ വിമർശന ഊന്നലായി വരുന്ന പാട്രിയാർക്കിക്ക് സഹായകമാകുന്ന ഏതെങ്കിലും തരത്തിലുള്ളൊരു ഭാഗം അവിടെ വരരുത് നമ്മുടെ ഭാഗത്ത് നിന്ന് എന്നാണ് സൂചിപ്പിക്കാനുള്ളത്. വിവാഹം സ്ത്രീ സ്വാതന്ത്ര്യത്തെ തടസ്സപ്പെടുത്തുന്ന കാര്യങ്ങളാണ്. അതുകൊണ്ട് അതിനെതിരായിട്ടുള്ള അവകാശ പോരാട്ടങ്ങൾ ഉണ്ടാകേണ്ടതുണ്ട് എന്നതാണ് രണ്ടാമത്തെ തലം. മൂന്നാമത്തെ തലം ഇൻഡിവിജ്വാലിസം എന്ന് പറയുന്ന ശരീരാവകാശവാദങ്ങളെക്കുറിച്ചാണ്. മൈ ബോഡി മൈ ചോയ്സ് എന്ന് പറയുന്ന ആശയമൊക്കെ നമുക്കറിയാവുന്നതാണ്. എൻ്റെ ശരീരത്തിൻ്റെ പൂർണ്ണമായ സ്വാതന്ത്ര്യം എനിക്കാണ് എന്ന് നമ്മൾ പറയുന്നു. പച്ച മലയാളത്തിൽ പോയാൽ കക്കൂസിൽ പോയിട്ട് അവനവൻ്റെ വിസർജ്യം കളയാൻ, ആ വിസർജ്യം അവനവൻ ആഗ്രഹിക്കുന്ന സമയത്ത് പുറത്തു പോകുമോ ഇല്ലയോ എന്ന് പോലും അറിയാത്ത അതീവ നിസ്സാരനായ ഒരു മനുഷ്യനാണ് പറയുന്നത്, എൻ്റെ ശരീരത്തിൻ്റെ അവകാശം എനിക്കാണ് വിട്ടുതരേണ്ടത് എന്നത്. എൻ്റെ മുടി എങ്ങനെ വളരണം, എൻ്റെ നാവ് എങ്ങനെ ചലിക്കണം, എൻ്റെ കൈ എങ്ങനെ ഉണ്ടാകണം എന്നുപോലും അധികാരമില്ലാത്ത ഒരു ആളുകൾ അവർ പറയാണ് യഥാർത്ഥത്തിൽ ശരീരാവകാശം നമുക്ക് ഓരോരുത്തർക്കുമുണ്ട് എന്നത്. കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിലെ ഏറ്റവും ഉന്നത രംഗത്ത് വർക്ക് ചെയ്യുന്ന ഒരാളോട് ഈ വിഷയത്തെക്കുറിച്ചുള്ളൊരു ചർച്ചാവേളയിൽ ചോദിച്ചു, അൺമാസ്കിംഗ് എത്തിസവുമായി ബന്ധപ്പെട്ട ചർച്ചകൾ നടക്കുന്നിടത്ത് ചോദിച്ചു, യഥാർത്ഥത്തിൽ ഒരു പുരുഷന് തോന്നുന്ന ഏതെങ്കിലും ഒരു സ്ത്രീയുമായി ശരീരസമ്പർക്കത്തിൽ ഏർപ്പെടുന്നതിന് എന്താണ് കുഴപ്പം എന്നത്, അത് വലിയ തെറ്റാണോ എന്നത്. അദ്ദേഹം പറയുന്നത് അതൊരു തെറ്റായി പരിഗണിക്കാൻ കഴിയില്ല എന്നതാണ്. ശരീരസമ്പർക്കങ്ങൾക്ക് കുടുംബം വേണം എന്ന് പറയുന്നത് അതൊരു പഴഞ്ചൻ ആശയമാണ് എന്നാണ്. അപ്പോൾ നിങ്ങളുടെ മകളുമായോ നിങ്ങളുടെ ഉമ്മയുമായോ നിങ്ങളുടെ സഹോദരിയുമായോ നിങ്ങളുടെ മനസ്സിൻ്റെ ഇഷ്ടങ്ങളെ പൂർത്തീകരിക്കുന്നത് അത് ധാർമ്മികമാകുമോ എന്ന് ചോദിക്കും. അദ്ദേഹം പറയുന്നത് അതിനെന്താ കുഴപ്പം, അവർ പരസ്പരം സമ്മതിക്കുമെങ്കിൽ അത് നിർവഹിക്കാമല്ലോ എന്നതാണ്. ഇന്നും നിങ്ങൾക്ക് യൂട്യൂബിൽ ഈ വോയിസ് ലഭ്യമാണ് എന്നത് നാം പരിശോധിക്കണം. എത്ര ശക്തമാണ് ആശയങ്ങൾ മനുഷ്യൻ്റെ മനസ്സിലേക്ക് കയറുന്നത് എന്നതിൻ്റെ ഒരു സൂചന പറഞ്ഞു എന്നേയുള്ളൂ. ലൈംഗിക സ്വാതന്ത്ര്യവും സഹജീവിതവും വിവാഹേതര ബന്ധങ്ങളുമൊക്കെ മുമ്പത്തേതിനേക്കാൾ വ്യത്യസ്തമായ ആശയങ്ങളിലേക്കാണ് കടന്നു വരുന്നത്. അല്ലെങ്കിൽ വിമർശനത്തിൻ്റെ തലങ്ങളിൽ നാലാമത്തെ തലമായി അതിനെയാണ് നാം കാണേണ്ടത്. കുടുംബരഹിത വാദങ്ങൾ ലോകത്ത് അവതരിപ്പിച്ചിട്ടുള്ള പ്രധാനമായ ചില ഐഡിയോളജികളെ അല്ലെങ്കിൽ പ്രത്യയശാസ്ത്രങ്ങളെ നമ്മൾ പരിശോധിക്കുമ്പോൾ അതിൽ മാർക്സിസവും ഫെമിനിസവും ലിബറലിസവും LGBT രാഷ്ട്രീയവും ആധുനികതയുമാണ് മുന്നിൽ നിൽക്കുന്നത് എന്ന് കാണാൻ കഴിയും. ഇസ്ലാമിക് കൾച്ചറിലേക്കോ അല്ലെങ്കിൽ ഒരു മുസ്ലിം വായനയിലേക്കോ വരുന്ന സമയത്ത് ഇസ്ലാം ആണധികാരത്തിൻ്റെ വ്യാഖ്യാനങ്ങളാണ് എന്ന് പറയുന്ന വിമർശനങ്ങൾ, അതേപോലെ തന്നെ മുസ്ലിം പ്രോഗ്രസീവിസം, ഇസ്ലാമിക് ഫെമിനിസം എന്നത് ഒരു ലിബറൽ ഇസ്ലാമിനെ അവതരിപ്പിച്ചു കൊടുക്കുന്ന അവസ്ഥയുണ്ട് ഇവിടെ. അത്ര അപകടകരമായത് മോഡേൺ ഇസ്ലാം എന്ന പേരിൽ അവതരിപ്പിക്കുകയാണ്. അഥവാ നേരത്തെ ഫിഖ്ഹുൽ അഖല്ലിയ വിശദീകരിച്ച സമയത്ത് ബഹുമാനനായ ജമാലുദ്ദീൻ ഫാറൂഖി പറഞ്ഞല്ലോ ചില കാര്യങ്ങൾ, ആ കാര്യങ്ങൾക്കപ്പുറത്തേക്ക് അതിനപ്പുറത്തേക്ക് യഥാർത്ഥത്തിൽ ഇസ്ലാം എന്ന് പറഞ്ഞാൽ അങ്ങനെയൊക്കെ ആകുന്നതിന് എന്താണ് കുഴപ്പം
എന്ന് ചോദിക്കുന്നു. ഒരു പെൺകുട്ടി അങ്ങനെയായി എന്ന് കരുതി എന്താണ് ഇത്ര കുഴപ്പം എന്ന ഒരു ലിബറൽ ചിന്താഗതി, ലിബറൽ മുസ്ലിമാകാനുള്ള, മോഡേൺ ലിബറൽ മുസ്ലിമാകാനുള്ള തത്രപ്പാട് നമ്മുടെ സമൂഹത്തിലുണ്ട്. നിങ്ങൾ പരിശോധിച്ച് നോക്കുക, ഇത്തരത്തിലുള്ള ലിബറൽ മൂവ്മെൻറ്റുകൾ ശക്തമാക്കി കൊണ്ടുവരുന്ന കേരളത്തിലുള്ള സോക്കോൾഡ് ബുദ്ധിജീവികളായ ആളുകൾ പലപ്പോഴും ചാനലുകളിൽ കൊണ്ടുവന്നിരുത്തുന്നതും ചർച്ചകളിൽ കൊണ്ടുവന്നിരുത്തുന്നതും ആരെയാണ്? ജമിയത്തുലമയുടെ പ്രസിഡന്റിനെയും സെക്രട്ടറിനെയാണോ? അല്ല. അവരെ കൊണ്ടുവന്നാൽ വസ്തുതാപരമായി കാര്യങ്ങൾ വിശദീകരിച്ചുകൊണ്ട് ആളുകൾക്ക് കാര്യങ്ങൾ മനസ്സിലാകും. പക്ഷെ അവിടെ കൊണ്ടുവരുന്നത് ആരായിരിക്കും? ഒരുപക്ഷെ ഇത്തരം രംഗങ്ങളിൽ കൊണ്ടുവരുന്നത് നവോത്ഥാനത്തിൻ്റെ ഉറയടിച്ചു പോയ ആളുകളെക്കുറിച്ചാണ്. നവോത്ഥാനത്തിൻ്റെ ഉറയടിച്ചു പോയ ആളുകൾ ചാനലുകളിൽ വന്ന് മോഡേൺ ഇസ്ലാമിനെ കുറിച്ച് പറയുന്നു, ഇസ്ലാമിക് മോഡേണിറ്റിയെക്കുറിച്ച് പറയുന്നു. ആ ഇസ്ലാമിക് മോഡേണിറ്റിയും ഇസ്ലാമിക് ലിബറൽ കാഴ്ചപ്പാടുകളെയും അവതരിപ്പിക്കാൻ തയ്യാറാകുന്നു. ഒരു വേള അവതരിപ്പിക്കുക മാത്രമല്ല, അതിനെൻ്റെ കുടുംബം സാക്ഷ്യമാണ് എന്ന അർത്ഥത്തിൽ എന്തൊക്കെയാണോ നമ്മുടെ നാട്ടിൽ നടന്നുകൊണ്ടിരിക്കുന്നത്, ആ നടന്നുകൊണ്ടിരിക്കുന്നതിലേക്ക് ഏറെക്കുറെയൊക്കെ ചേരാൻ പറ്റാവുന്ന ചേരുവകൾ വിവാഹത്തിലോ വിവാഹാനുബന്ധമായ സന്ദർഭങ്ങളിലോ ഒക്കെ ചേർത്ത് വെക്കുകയും ചെയ്യുന്നു. അവൾ തലയിൽ കൃത്യമായി തട്ടമിട്ട് കൊള്ളണമെന്ന് നിർബന്ധിക്കാനൊന്നും എനിക്ക് കഴിയില്ല. അവൾ അങ്ങനെ ആകട്ടെ, എന്താണ് ഇത്ര കുഴപ്പം? അതവളുടെ സ്വാതന്ത്ര്യമല്ലേ? അവൾ ഏതെങ്കിലും ഒരു പുരുഷനെ കാണുകയും ആ പുരുഷനിൽ ആകൃഷ്ടനാവുകയും അവരുമായി കുറച്ച് സല്ലപിക്കുകയും സല്ലാപങ്ങൾ നിർവഹിക്കുകയും എന്നിട്ടങ്ങ് വിവാഹം നടത്തുകയും ചെയ്താൽ അത് ഇത്ര വലിയ തെറ്റായ കാര്യമാണോ? അതിനെ എതിർക്കപ്പെടേണ്ടതുണ്ടോ? അതിനെ തകർക്കപ്പെടേണ്ടതുണ്ടോ? അതൊക്കെ അനുവദിച്ചു കൊടുക്കേണ്ടതല്ലേ? ഒരു പുതിയ കാലത്ത് ജീവിക്കുന്നവരല്ലേ നമ്മൾ, സാംസ്കാരികമായി ഉയരേണ്ടവരല്ലേ നമ്മൾ എന്ന് തുടങ്ങിയ ചോദ്യങ്ങൾ അവതരിപ്പിച്ചുകൊണ്ട് ഇസ്ലാമിനെ അതിൻ്റെ എല്ലാ അതിർത്തികളിൽ നിന്നും അപ്പുറത്തേക്ക് കൊണ്ടുപോയ ലിബറൽ വൽക്കരണം, മോഡേൺ വൽക്കരണങ്ങൾ യഥാർത്ഥത്തിൽ നടത്തിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഈ മോഡേൺ വൽക്കരണങ്ങളും അതേപോലെ തന്നെ ലിബറൽ ഇസ്ലാം അവതരണങ്ങളും കുടുംബരഹിതവാദങ്ങൾക്ക് ശക്തി പകരുന്നുണ്ട് എന്നാണ് സൂചിപ്പിക്കാനുള്ളത്. അതോടൊപ്പം തന്നെ മാർക്സിസത്തിൻ്റെ നേരത്തെ സൂചിപ്പിച്ചിട്ടുള്ള മാർക്സിസം, ഫെമിനിസം, ലിബറലിസം തുടങ്ങിയിട്ടുള്ള ആശയധാരകൾ, അതിൻ്റെ കുറേ ഭാഗങ്ങളാണ് ഈ വിഷയത്തിൽ സൂചിപ്പിച്ചിട്ടുള്ളത്. ദ കമ്മ്യൂണിസ്റ്റ് മാനിഫെസ്റ്റോ 1848 വന്നിട്ടുള്ള കമ്മ്യൂണിസ്റ്റ് മാനിഫെസ്റ്റോവും അതേപോലെ തന്നെ ദ ഒറിജിൻ ഓഫ് ദ ഫാമിലി, പ്രൈവറ്റ് പ്രോപ്പർട്ടി ആൻഡ് ദ സ്റ്റേറ്റ് എന്ന് പറയുന്ന പുസ്തകവും ഇത് മാർക്സിസത്തിൻ്റെ അടിയാധാരമായി വർത്തിക്കുന്ന പുസ്തകങ്ങളാണ്. ഈ അടിയാധാരമായി വർത്തിക്കുന്ന പുസ്തകങ്ങളിൽ സമൂഹത്തിൻ്റെ വർഗസമരങ്ങളെ, ക്ലാസ് സെഗ്രിഗേഷനുകൾ, ഈ സെഗ്രിഗേഷനുകൾ അത് ഉണ്ടാകുന്നതിൻ്റെ പ്രധാനപ്പെട്ട ഒരു കാരണം അതൊരു സ്ത്രീയാണ് അല്ലെങ്കിൽ കുടുംബമാണ്. അതൊക്കെ പൊളിച്ചിട്ട് മുന്നോട്ട് പോകേണ്ടതുണ്ട് എന്നാണ് സൂചിപ്പിക്കുന്നത്. അതേപോലെ തന്നെ യഥാർത്ഥത്തിൽ കുടുംബം എന്ന് പറയുന്നത് ഒരു ആർത്ഥികമായ അടിത്തറ അല്ലെങ്കിൽ എക്കണോമിക്കൽ ബേസ് ആണുള്ളത്. ആ എക്കണോമിക്കൽ ഭാഗം എന്ന് പറയുന്നത് മുതലാളിത്തമാണ്. മുതലാളിത്തത്തെ എതിർക്കേണ്ടത് സോഷ്യലിസത്തിൻ്റെ ഭാഗമാണ്. സോഷ്യലിസത്തിൻ്റെ ഭാഗമായി വരുന്ന മുതലാളിത്തം വളർത്തുന്നതിൽ പങ്കുവഹിക്കുന്നത് കുടുംബമാണ്. അതുകൊണ്ട് കുടുംബം എന്ന് പറയുന്നത് യഥാർത്ഥത്തിൽ ഉണ്ടാകാൻ പാടില്ല എന്ന ഐഡിയോളജിയാണ് മാർക്സിസം അടിസ്ഥാനപരമായി അവതരിപ്പിച്ചിട്ടുള്ളത്. അവരുടെ സ്വത്ത് രാഷ്ട്രീയവും മറ്റുമൊക്കെ ഇതിലേക്ക് ചേർത്ത് നമുക്ക് വായിക്കാൻ കഴിയുന്ന വിഷയമാണ്. രണ്ടാമത്തെ ഭാഗം എന്ന് പറയുന്നത് ഫെമിനിസം എന്ന് പറയുന്നത് വളരെ കാലത്തിന് ശേഷം രൂപപ്പെട്ട അല്ലെങ്കിൽ ആധുനികമായിട്ടുള്ളൊരു ഐഡിയോളജിയാണ് ഫെമിനിസം എന്ന് പറയുന്നത്. ആ ആധുനികമായ ഐഡിയോളജിയായ ഫെമിനിസം ആദ്യം കടന്നു വരുന്നത് സ്ത്രീകളുടെ അവകാശത്തിന് വേണ്ടിയിട്ടാണ്. വോട്ടവകാശം നിഷേധിക്കപ്പെട്ടൊരു സമൂഹത്തിലാണ് യഥാർത്ഥത്തിൽ ഫെമിനിസ്റ്റ് മൂവ്മെൻറ്റുകൾ പുറത്തേക്ക് വരുന്നത്. ആ വോട്ടവകാശം നിഷേധിക്കപ്പെട്ടിട്ടുള്ള പാശ്ചാത്യ ലോകത്തുള്ള ഫ്രാൻസ്, അതേപോലെ തന്നെ തുടങ്ങിയിട്ടുള്ള US, UK പോലെയുള്ള പ്രദേശങ്ങളിൽ വോട്ടവകാശം എടുക്കുന്നതിന് വേണ്ടിയിട്ട് അവരുടെ പ്രവർത്തനങ്ങൾ വന്നു. അത് കഴിഞ്ഞതിന് ശേഷം പിന്നീട് ആ ലിബറൽ സംവിധാനങ്ങൾ പിന്നീട് മറ്റൊരു തലത്തിലേക്കാണ് പോയത്. ആ ഭാഗം എവിടെയായിരുന്നു? ആ ഭാഗം ഒന്നുകൂടി അവരുടെ അവകാശങ്ങളെയും ബാധ്യതകളെയും കൊണ്ടുവരികയും കുടുംബം എന്ന് പറയുന്നത് സാമ്പത്തിക ചൂഷണമാണ് എന്ന് മാർക്സിസം പറഞ്ഞതുപോലെ ലിംഗ ചൂഷണമാണ് എന്ന് പറയുകയും ചെയ്തു.
പുരുഷൻ്റെ വികാരങ്ങളെ കൊണ്ടുപോകുന്നതിനും അതിൻ്റെ പൂർത്തീകരണത്തിനും ആവശ്യമായിട്ടാണ് കുടുംബത്തെ ഉപയോഗപ്പെടുത്തുന്നത്. അങ്ങനെയാണെങ്കിൽ സ്ത്രീക്കും അത്തരം അവകാശങ്ങളുണ്ട്, ബാധ്യതകളുണ്ട്, ഇങ്ങനെയൊക്കെ പറഞ്ഞിട്ട് ലിംഗപരമായ ചൂഷണങ്ങൾ കടന്നു വന്നിട്ട് അത് ഫെമിനിസം അവതരിപ്പിച്ചു. രണ്ടിൻ്റെയും ആശയം ഒന്ന് തന്നെയായിരുന്നു, അല്ലെങ്കിൽ ഊന്നലുകൾ ഒന്ന് തന്നെയായിരുന്നു. മാർക്സിസം എന്ന് പറയുന്നത് സാമ്പത്തിക ചൂഷണത്തെ എതിർക്കുന്നതിന് വേണ്ടി കുടുംബത്തെ നിഷേധിക്കുന്നു, അല്ലെങ്കിൽ കുടുംബരഹിതവാദം അവതരിപ്പിക്കുന്നു. എങ്കിൽ ലിംഗചൂഷണം നടക്കുകയും ആൺകോയ്മ സ്ഥാപിക്കുകയും ചെയ്യുന്നുണ്ട് കുടുംബത്തിൽ എന്ന വാദം കടന്നു വന്ന് ഫെമിനിസ്റ്റുകളായ ആളുകളും പുറത്തേക്ക് വന്നു. അങ്ങനെയാണ് ഇത് രണ്ടും പരസ്പരം ചേർന്നിട്ട് ഒരു മാർക്സിസ്റ്റ് ഫെമിനിസം എന്ന് പറയുന്ന ഒരാശയധാര സമൂഹത്തിലേക്ക് വരുന്നത്, അല്ലെങ്കിൽ ലോകത്തേക്ക് കടന്നു വരുന്നത്. ഇതിൻ്റെ ആദ്യ കാലഘട്ടങ്ങളിൽ ഫെമിനിസ്റ്റ് വിമർശനങ്ങൾ ഒരു പക്ഷേ ആളുകൾക്ക് അംഗീകരിക്കാൻ കഴിയുന്നതായിരുന്നു. പിന്നീട് ഫെമിനിസം കടന്നു പിടിച്ചിട്ടുള്ളത് വിവാഹത്തെയും കുടുംബത്തെയും നിയമാനുസൃതമായിട്ടുള്ള ലൈംഗിക സംവിധാനത്തെയും ഒക്കെയാണ് കടന്നു പിടിച്ചത്. അവിടെ നിന്ന് അതിനെയെല്ലാം സ്വതന്ത്രമാക്കിയെടുക്കാവുന്നൊരവസ്ഥയിലേക്ക് കൊണ്ടുവരിക എന്നതാണ് ഫെമിനിസം മുന്നോട്ട് വെച്ചിട്ടുള്ള ചിന്താഗതി. ആ ഫെമിനിസം മുന്നോട്ട് വെച്ചിട്ടുള്ള ചിന്താഗതിയിൽ ഒരു വേള പുതിയ തലമുറയിൽപ്പെട്ട ആളുകൾ മെല്ലെ മെല്ലെ ആകൃഷ്ടരായി തീരുകയും ചെയ്തു എന്ന് നമുക്ക് കാണാൻ കഴിയുന്നതാണ്. ഫെമിനിസത്തിൻ്റെ കുടുംബ കാഴ്ചപ്പാട് എന്ന് പറയുന്നത് കുടുംബം പാട്രിയാർക്കി ഉള്ളതാണ്, പുരുഷാധിപത്യമുള്ളതാണ്, സ്ത്രീയെ ഗൃഹാതുര ജോലികളിൽ മാത്രമായി ചുരുക്കുന്നു എന്നാണ്. അൺവിസിബിൾ ലേബർ എന്നാണ് അതിനെ ഉപയോഗപ്പെടുത്തുന്നത്. അദൃശ്യമായ ഒരു ജോലി, അഥവാ വരുമാനമില്ലാത്ത, അതേപോലെ തന്നെ വേതനം കാണാൻ കഴിയാത്ത അദൃശ്യമായ ജോലി ചെയ്യിപ്പിക്കുന്നു പെണ്ണുങ്ങളെ. അത് ആണുങ്ങളുടെ അധികാരത്തിൽ നിന്ന് കടന്നു വന്നിട്ടുള്ളതാണ്. അതുകൊണ്ട് അതിനെതിരിൽ ശബ്ദിക്കേണ്ടതുണ്ട് എന്ന ആശയം ഫെമിനിസം പുറത്തേക്ക് കൊണ്ടുവന്നു. അതിന് സമാനമാകുന്ന ആശയം മാർക്സിസവും പുറത്തേക്ക് കൊണ്ടുവന്നു. അപ്പോൾ അത്തരത്തിൽ ഗൃഹാതുര ജോലികളിൽ മാത്രമായി സ്ത്രീയെ ചുരുക്കുന്നു എന്ന് തുടങ്ങിയ സ്ത്രീകൾക്ക് ഒരു വേള നല്ലതായി തോന്നാവുന്ന ആശയങ്ങൾ ഇങ്ങനെ മെല്ലെ മെല്ലെ ഇട്ടുകൊടുത്തിട്ടാണ് ഫെമിനിസം ആദ്യകാലത്തിൽ രംഗത്ത് വന്നത്. പിന്നീട് അതിൻ്റെ എല്ലാ പ്രവർത്തനങ്ങളും ലിബറൽ സ്ഥലങ്ങളിലേക്ക് വന്നു. ഒന്ന് മാർക്സിസവുമായിട്ട് ചേർന്ന് വന്നതുപോലെ തന്നെ ആധുനിക കാലഘട്ടത്തിൽ ഫെമിനിസം ലിബറലിസവുമായി ചേർന്നിട്ട് അതിൻ്റെ പ്രവർത്തനങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകുന്ന അവസ്ഥയാണ് കാണാൻ കഴിയുന്നത്. അവരെ പ്രധാനമായും രണ്ട് വിഷയങ്ങളാണ് അവർ സൂചിപ്പിച്ചത്. പെൺകുട്ടികൾ എന്ന് പറഞ്ഞാൽ അനുസരിക്കുന്നവരും പരിപാലനം നിർവഹിക്കേണ്ടവരുമാണ് എന്ന് മതങ്ങൾ സിദ്ധാന്തിക്കുന്നുണ്ട്, ധർമ്മങ്ങൾ പറയുന്നുണ്ട്. അത് നമുക്ക് പൊട്ടിക്കണം. ആൺകുട്ടികളെന്ന് പറഞ്ഞാലോ അധികാരമുള്ളവരും സ്വാതന്ത്ര്യമുള്ളവരുമാണ് എന്നാണ് പറയുന്നത് എന്ന് കഴിഞ്ഞ വെക്കേഷൻ കാലത്ത് നമ്മുടെയൊക്കെ പ്രാസ്ഥാനികപരവും അല്ലാത്തതുമായി സംഘടിപ്പിക്കപ്പെട്ടിട്ടുള്ള റിലീജിയസ് സ്കൂളുകൾ അല്ലെങ്കിൽ സമ്മർ സ്കൂളുകളിൽ പെൺകുട്ടികളുടെ അടുക്കൽ പോയിട്ട് ക്ലാസ് എടുക്കുന്ന സമയത്ത് ഒരു ചോദ്യം ചോദിച്ചു. പല ക്ലാസ്സുകളിലും ചോദിച്ചു, ഞാൻ അവസാനിപ്പിക്കുന്നു. പല ക്ലാസ്സുകളിലും ചോദിച്ചു. ആ ചോദ്യം ഇതായിരുന്നു: നിങ്ങളിപ്പോൾ ആൺകുട്ടിയായാൽ എന്തു ചെയ്യും? നിങ്ങളിപ്പോൾ ആൺകുട്ടിയായാൽ നിങ്ങൾ എന്തു ചെയ്യും? ഒരു 80-90% കുട്ടികൾക്ക് പറയാനുള്ള മറുപടി ഞങ്ങൾ സ്വതന്ത്രമായി ഇറങ്ങി നടക്കുന്നുണ്ട്. സോളോ എന്ന് പറയുന്നത് ഇന്നൊരു ട്രെൻഡാണ്. സോളോ സോങ്, സോളോ ട്രിപ്പ്, സോളോ ഇങ്ങനെ പലതും. ഒറ്റയ്ക്ക് പോവുക, ഒറ്റയ്ക്ക് ഇങ്ങനെ പോവുക. നിങ്ങൾ അങ്ങാടികളിലൂടെ പരിശോധിച്ച് നോക്ക്. ഒറ്റയ്ക്ക് സഞ്ചരിക്കുക എന്ന് പറയുന്നത്, അഥവാ നിയന്ത്രണങ്ങളില്ലാത്ത അതിരുകളില്ലാത്തൊരു ലോകത്തേക്ക് പോകാൻ ആണിന് കഴിയുന്നു എങ്കിൽ പെണ്ണിനും കഴിയേണ്ടതില്ലേ എന്ന തലത്തിലേക്ക് ഇതിനെ കൊണ്ടുവന്നിട്ട് ഇവിടെ അഥവാ ആൺകുട്ടിയായാൽ ആദ്യം ചെയ്യുന്നത് രാത്രി ബൈക്കെടുത്ത് പുറത്തു പോകും എന്നതാണ്. അതല്ലെങ്കിൽ ടൂറ് പോകും എന്നതാണ്. ഒറ്റയ്ക്ക് പോവുക. അപ്പോൾ ഇവിടെ നമ്മൾ ആലോചിക്കേണ്ടത്, ആൺകുട്ടികൾ എന്ന് പറയുമ്പോൾ അവർക്ക് അധികാരവും സ്വാതന്ത്ര്യവുമാണ് കൂടുതലുള്ളത് എന്ന് മെല്ലെ മെല്ലെയല്ല ശക്തമായ തലത്തിൽ എങ്ങനെയാണ് തലച്ചോറിലേക്ക് കയറ്റാൻ ഫെമിനിസം ശ്രമിച്ചത്. ആ ശ്രമം വിജയിക്കുന്നുണ്ടോ എന്നതാണ് പരിശോധനാ വിധേയമാകേണ്ടത്. അവിടെയാണ് ഒരു പെൺകുട്ടി ആരാണ്, ആൺകുട്ടി ആരാണ്, ആണാരാണ്, പെണ്ണാരാണ് എന്ന് തുടങ്ങിയ സ്ത്രീകളുടെ ബാധ്യതകളെ സംബന്ധിച്ചും അതേപോലെ തന്നെ പുരുഷൻ്റെ പ്രവർത്തനത്തെ സംബന്ധിച്ചും വിശദീകരിച്ചു കൊടുക്കേണ്ടി വരുന്നത്. അവിടെയാണത് പ്രസക്തമാകുന്നത്. ഫെമിനിസം എന്ന് പറയുന്നതിൻ്റെ വിവിധ ഭാഗങ്ങളാണ്. റാഡിക്കൽ ഫെമിനിസം എന്ന് പറയുന്നത്, മാർക്സിസ്റ്റ് ഫെമിനിസം, ലിബറൽ ഫെമിനിസം, നൂതന ഫെമിനിസം, മുസ്ലിം ഫെമിനിസം
ഫെമിനിസം നിങ്ങൾ പരിശോധിച്ച് നോക്കണം. ഇസ്ലാമിക് ഫെമിനിസം എന്ന് പറയുന്ന, മുസ്ലിം ഫെമിനിസം എന്ന് പറയുന്ന ടെർമിനോളജിയെ ബോധപൂർവം ഇസ്ലാമിക് ഫെമിനിസം എന്ന ടെർമിനോളജിയിലേക്ക് മാറ്റിയത് ഫാത്തിമ മെർണീസിയാണ്. അവർ വളരെ ശക്തമായ രീതിയിൽ അതിനെ അവതരിപ്പിക്കുകയും ചെയ്തിട്ടുണ്ട്. എന്ന് പറഞ്ഞാൽ മുസ്ലിം എന്ന് പറയുമ്പോൾ ഞാൻ നിങ്ങളൊക്കെ ഉൾക്കൊള്ളുന്നൊരു സമൂഹമായി അത് മാറും. ഇസ്ലാം എന്ന് പറയുമ്പോഴോ അതൊരു ദൈവികമായ അല്ലെങ്കിൽ ഒരു മതാശയ ധാർമ്മികാശയത്തിൻ്റെ അടക്കത്തേക്ക് വരും. അപ്പോൾ ഇസ്ലാമിക് ഫെമിനിസം എന്ന് പറയുമ്പോൾ കുറച്ചുകൂടി അതിൻ്റെ വൃത്തം വലുതാക്കി വരക്കാൻ കഴിയും. മുസ്ലിം ഫെമിനിസമായി മുസ്ലിം ഫെമിനിസ്റ്റുകളായി രംഗത്ത് വന്നവർ പിന്നീട് ഇസ്ലാമിക് ഫെമിനിസ്റ്റുകളായി രംഗത്ത് വരുന്ന അവസ്ഥ ഉണ്ടായി. എന്നാൽ ഈ ഫെമിനിസത്തിൻ്റെ ഭാഗങ്ങൾ ഏത് പരിശോധിച്ച് നോക്കിയാലും അവിടെയൊക്കെ ഒരു ഡയസ്പോറിയൻ ഫെമിനിസമാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. അറബ് ലോകത്ത് അല്ലെങ്കിൽ ഇസ്ലാമിക സമൂഹത്തിൽ പാശ്ചാത്യ മൊറോക്കോ പോലെയുള്ള പ്രദേശത്തിൻ്റെ ഭാഗങ്ങളിൽ ചിലതൊഴിച്ചു നിർത്തിയാൽ ഒരു തരത്തിലും പൗരസ്ത്യ രാജ്യത്ത് ഫെമിനിസ്റ്റ് മൂവ്മെൻറ്റുകൾ കടന്നു വന്നില്ല. പാശ്ചാത്യ രാജ്യത്താണ് ഫെമിനിസ്റ്റ് മൂവ്മെൻറ്റുകൾ കടന്നു വന്നത്. അവിടെ ആണധികാരം ശക്തമാവുകയും പെണ്ണവകാശങ്ങൾ നിഷേധിക്കപ്പെടുകയും ചെയ്തു. അതിനെതിരെ അവർ രംഗത്ത് വന്നു. എന്തുകൊണ്ട് കടന്നു വന്നില്ല? എന്തുകൊണ്ട് ഇത്തരം രംഗങ്ങളിൽ കടന്നു വന്നില്ല? മക്കയിലും മദീനയിലും ഇല്ല എന്നർത്ഥത്തിലല്ല ഞാൻ സൂചിപ്പിക്കുന്നത്. മറിച്ച് പൗരസ്ത്യ രാജ്യങ്ങളിൽ ഇത്തരത്തിലുള്ള മൂവ്മെൻറ്റുകൾ കടന്നു വന്നില്ല. കടന്നു വരാതിരിക്കാനുള്ള പ്രധാനപ്പെട്ട കാരണം ഇസ്ലാം ഒരു സ്ത്രീക്ക് നൽകുന്ന കരുതലും കാവലും, ഇസ്ലാം ഒരു സ്ത്രീക്ക് വകവെച്ച് കൊടുക്കുന്ന അവകാശങ്ങളും അതേപോലെ തന്നെ ബാധ്യതകളും യഥാർത്ഥത്തിൽ ഏതൊരു സമൂഹത്തിനും സ്വീകരിക്കാൻ കഴിയാവുന്നതാണ് എന്നതുകൊണ്ടാണ്. അത്തരമൊരു തലത്തിൽ, അത്തരമൊരു ജീവിതക്രമത്തിൽ ഈ ഒരു വാദങ്ങൾക്ക് ഒരു പ്രസക്തിയുമില്ല എന്ന് മനസ്സിലാക്കാൻ കഴിയും. അതുകൊണ്ട് ആ ഒരു തലം ശക്തമായി കൊണ്ടുവരികയും മുസ്ലിം കുടുംബം എന്ന് പറയുന്നതിൻ്റെ ആശയ പരിസരം എന്താണ് എന്ന് സുവ്യക്തമായി പുതിയ കാലഘട്ടത്തിൽ വിശദീകരിച്ചു കൊടുക്കുകയും ഒരു സ്ത്രീയെ എത്രയധികം കരുതലോടെയും കാവലോടെയുമാണ് ഇസ്ലാം മുന്നോട്ട് കൊണ്ടുപോകുന്നത് എന്ന് ബോധ്യപ്പെടുത്തുകയും ചെയ്യുകയാണ് ഇതിനുള്ള പരിഹാരമായി നമ്മെ സംബന്ധിച്ചിടത്തോളം കാണാൻ കഴിയുന്നത്. ലിബറലിസമാണ്. ഞാൻ ആ വിഷയത്തെ സൂചിപ്പിക്കുന്നില്ല. അടുത്ത ഭാഗം വരുന്നത് LGBT രാഷ്ട്രീയവും ക്യൂർ തിയറിയുമാണ്. കുടുംബരഹിതവാദങ്ങൾ അവതരിപ്പിക്കുന്നത്. മൂന്നാമത്തെ ഒരു ഭാഗം ആധുനികതയാണ്. ആ ആധുനിക വാദങ്ങൾ വഴി കടന്നു വരുന്ന കുറേ വിഷയങ്ങൾ ഉണ്ട്. അതിൽ പ്രധാനപ്പെട്ട 5 ഭാഗങ്ങൾ ഗൗരവത്തിൽ നാം മനസ്സിലാക്കണം. മോഡേണിസം എന്ന് പറയുമ്പോൾ അതിൻ്റെ ഒരു ഊന്നൽ ആൻറ്റി ട്രഡീഷണലിസമാണ്. അഥവാ അതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട 5 കോമ്പോണൻസുകളിൽ നമുക്ക് കാണാൻ കഴിയുന്ന ഒന്ന് ആൻറ്റി ട്രഡീഷണലിസമാണ് മോഡേണിസം നൽകുന്നത്. പരമ്പരാഗതമായിട്ടുള്ള ഒന്ന്. ആധുനികൻ ഓക്കെയാണ്, പൗരാണികൻ ബാഡാണ്. അല്ലേ? നല്ല മുസ്ലിം ചീത്ത മുസ്ലിം എന്ന് പറയുന്നൊരു പുസ്തകം പോലും ഇറങ്ങിയിട്ടുണ്ട്. നിങ്ങൾ 6-ാം നൂറ്റാണ്ടിലെ ആൾക്കാർ ഇപ്പോഴും ഇതൊക്കെ ആയിട്ട് ഇങ്ങനെ നടക്കുക എന്ന് ചോദിക്കുന്നു. അപ്പോൾ നമ്മുടെ മനസ്സിലേക്ക് അത് കയറുന്നു. അല്ലെങ്കിൽ ചില ആളുകൾ ബോധപൂർവം കയറ്റാൻ വേണ്ടി ശ്രമിക്കുന്നു. അപ്പോൾ നമ്മളൊരു മോഡേൺ ആകാൻ വേണ്ടി പരിശ്രമിക്കുകയും മത്സരിക്കുകയും ചെയ്യുന്നു. അപ്പോൾ ആൻറ്റി ട്രഡീഷണലിസം. അപ്പോൾ ട്രഡീഷൻ എന്താണ് എന്നത് കൃത്യമായി നമുക്ക് ബോധ്യപ്പെടുത്താൻ കഴിയണം. എന്തിനും മാറ്റം വേണം. പ്രോഗ്രസീവിസം. എന്തിനും മാറ്റം വേണം. അപ്പം എന്ത് ചെയ്യണം? എല്ലാം മാറ്റണം. വിവാഹം മാറ്റണം, വിവാഹ ചടങ്ങുകൾ മാറ്റണം, വിവാഹത്തിൻ്റെ നിക്കാഹുകൾക്ക് മാറ്റണം, നിക്കാഹിൽ പങ്കെടുക്കുന്ന ആളുകളെ മാറ്റണം, അവിടെയുള്ള സദസ്സിനെ മാറ്റണം, അവിടേക്ക് പുതിയണ്ണ് കയറണം, പുതിയാപ്പിള കയറണം. ഇങ്ങനെ പലതും കടന്നു വരും. ഇങ്ങനെ പലതും കടന്നു വരുന്നതോടുകൂടി എല്ലാത്തിനും മാറ്റം വേണം എന്ന പ്രോഗ്രസീവിസം അത് മോഡേണിസത്തിൻ്റെ ഭാഗമായി അവതരിപ്പിക്കപ്പെടുന്നു. എതിർവാദം, ഡോഗ്മാറ്റിസം, ഇതിനെ ഒന്നും എതിർക്കാൻ പാടില്ല. അഥവാ എതിർത്താൽ സംഭവിക്കുന്നത് എന്താണ്? അവകാശങ്ങളും അതേപോലെ തന്നെ സ്വാതന്ത്ര്യം പുറത്തു വരും. എൻ്റെ അവകാശമാണ്, എൻ്റെ ആവിഷ്കാരമാണ്. എന്താ അവിടെ ഒറ്റക്ക് എന്ന് ചോദിച്ചാൽ എൻ്റെ സ്വാതന്ത്ര്യമാണ്, എനിക്ക് 18 വയസ്സായിട്ടുണ്ട്. ഇങ്ങനെയുള്ള ആശയങ്ങൾ വളരെ ലളിതമായി അവതരിപ്പിക്കുന്നത് പോലെ തന്നെ അതിശക്തമായും അവതരിപ്പിക്കുന്ന അവസ്ഥയാണുള്ളത്. പുറത്തുള്ള ഏതൊന്നിനെയും നിരാകരിക്കുക. അഥവാ ഇൻഡിവിജ്വലിസം. എനിക്ക് എൻ്റെ സ്വാതന്ത്ര്യം, നിങ്ങൾക്ക് നിങ്ങളെ സ്വാതന്ത്ര്യം, നിങ്ങൾക്ക് പറ്റൂല നിങ്ങൾ പോയിക്കോളിയും, എനിക്കിവിടെയാണ്, ഇതാണ് എന്ന് പറയുന്ന ആ ഭാഗം. അതേപോലെ തന്നെ ഈക്വാലിറ്റി. അവസാനത്തേതിൽ ഈക്വാലിറ്റി എന്നത് എല്ലാവരെയും സമതുലിതപ്പെടുത്താനുള്ള സംഗതി. നീതി എന്ന് പറയുമ്പോൾ ഈക്വാലിറ്റി എന്നത് ഒരുപക്ഷെ നമുക്ക് തോന്നിയേക്കാം. ഇസ്ലാമിൽ ഒരിക്കലും ആണിനെയും പെണ്ണിനെയും തമ്മിൽ തുല്യപ്പെടുത്തുന്നില്ല. ഞാൻ ആ ഭാഗത്തേക്ക് പോകുന്നേയില്ല. മറിച്ച്
മറിച്ച് ആണും പെണ്ണും എന്ന് പറയുമ്പോൾ ഇന്ന സാഴ്യക്കും ലശത്ത എന്ന ആശയമാണ് വിശുദ്ധ ഖുർആൻ സമർപ്പിക്കുന്നത്. ധർമ്മങ്ങൾ വ്യത്യസ്തമാണ്, എന്നാൽ അവർ പരസ്പര പൂരകമായി വരേണ്ടതാണ്. ഞാനും നിങ്ങളും അണിഞ്ഞിട്ടുള്ള നമ്മളുടെ കാലുകളിലെ ചെരുപ്പ് രണ്ടും വ്യത്യസ്തമാണ്. നമ്മുടെ രണ്ട് കണ്ണും വ്യത്യസ്തമാണ്, രണ്ട് ചെവിയും വ്യത്യസ്തമാണ്, രണ്ട് കൈയും കാലും വ്യത്യസ്തമാണ്. പക്ഷെ ഒന്നിൻ്റെ ഭാഗമാണ്. ഒന്ന് ചേർന്ന് നിൽക്കുമ്പോഴേ മറ്റൊന്നിന് സഞ്ചരിക്കാനും മുന്നോട്ട് പോകാനും സാധിക്കുകയുള്ളൂ. അങ്ങനെയുള്ള രാവും പകലും എങ്ങനെയാണോ പരസ്പര പൂരകത്വം നൽകുന്നത്, ആ പരസ്പര പൂരകത്വം നൽകി പോകേണ്ടതാണ് ആണും പെണ്ണും എന്ന് പറയുന്നത്. ഈക്വാലിറ്റി അവിടെ ഇല്ല, മറിച്ച് അവിടെ ഉണ്ടാകുന്നത് ഇക്വിറ്റിയാണ് എന്ന് പറയണം. അവസര സമത്വം നൽകുക എന്നതാണ്, തുല്യപ്പെടുത്തുക എന്നതല്ല. തുല്യപ്പെടുത്താൻ രണ്ട് വ്യത്യസ്തമായിട്ടുള്ളതിനെ അല്ലെങ്കിൽ രണ്ടായി നിൽക്കുന്നതിനെ ഒരിക്കലും തുല്യപ്പെടുത്താൻ നമുക്ക് സാധിക്കുകയില്ല എന്നതാണ്. പിന്നെ ഏറ്റവും ശക്തമായി വരുന്ന മറ്റൊന്നാണ് LGBT പൊളിറ്റിക്സ് എന്ന് പറയുന്നത്. നമുക്കാവശ്യമുള്ളത് സമതുലിതമായ ഒരു സമീപനമാണ് ഇവിടെ. കുടുംബത്തിൻ്റെ പോസിറ്റീവായ മൂല്യങ്ങൾ നമുക്ക് സംരക്ഷിക്കാൻ കഴിയണം. ആധുനിക സമൂഹത്തിൽ പാരൻറ്റിങ് പോലെയുള്ള അല്ലെങ്കിൽ പരസ്പരം പങ്കുവെക്കലുകൾ ശക്തമായി നടക്കുന്ന മക്കളും പിതാവും മാതാവും തമ്മിലുള്ള ബന്ധങ്ങൾ ഒരുപക്ഷെ പഴയ പിതാവും പഴയ ഉപ്പയും ഉമ്മയും തമ്മിലുള്ളൊരു ബന്ധമൊന്നുമല്ല. കൂട്ടുകാരും കൂട്ടുകാരികളുമൊക്കെയായി ജീവിക്കുന്ന, എത്രമേൽ സ്നേഹത്തോടുകൂടി ഒരുമിച്ച് പോകാൻ കഴിയുന്നുവോ അത്രമേൽ സ്നേഹത്തോടുകൂടി ഒരുമിച്ച് പോകുന്ന ഒരു സംസ്കാരം ആധുനിക സമൂഹത്തിൽ പൊതുവിൽ നമുക്ക് കാണാൻ കഴിയും എല്ലാ ആളുകൾക്കിടയിലും. അത്തരത്തിലുള്ള ചില മൂല്യങ്ങളെ ആധുനികമാണെങ്കിലും ശരി അത് തിരിച്ചു പിടിക്കാൻ കഴിയണം. അത് ഇസ്ലാമിക മൂല്യത്തിൻ്റെ കൂടി ലിതസ്കുനു ഇലൈഹ എന്നതിൻ്റെ കൂടി ഭാഗമായി വായിക്കാൻ നമുക്ക് സാധിക്കണം. ഫെമിനിസം, ലിബറലിസം, LGBT എന്ന് പറയുന്നവർ അവർ പുറത്തേക്ക് കൊണ്ടുവരുന്ന ഏതെങ്കിലും മാനുഷികമായ അവകാശങ്ങളെ എവിടെയെങ്കിലും നിഷേധിക്കപ്പെടുന്നുണ്ട് എങ്കിൽ അതിന് കൃത്യമായി മൂന്നാം ലിംഗം എന്ന് പറയുന്ന ട്രാൻസ്ജെൻഡർ അല്ല തേർഡ് ജെൻഡർ, ട്രാൻസ്ജെൻഡർ അല്ല തേർഡ് ജെൻഡർ, മൂന്നാം ലിംഗത്തിന് ഇസ്ലാം നൽകുന്ന അവകാശം എന്താണ്, ഇസ്ലാം നൽകുന്ന പരിഗണന എന്താണ്, കുടുംബരംഗത്ത് അവരുടെ ഭാഗധേയം എന്താണ് എന്നതിനെ ബോധ്യപ്പെടുത്താൻ നമുക്ക് സാധിക്കണം. അതല്ലെങ്കിൽ എന്ത് ഇസ്ലാം, എന്ത് ധാർമ്മികത ഔട്ട്ഡേറ്റഡ് ആണ് എന്ന വാദങ്ങൾ പുറത്തേക്ക് വരും. അതേപോലെ തന്നെ ആധുനികതയുടെ പോസിറ്റീവ് ഭാഗങ്ങൾ സ്വീകരിക്കുക, സ്വാതന്ത്ര്യത്തെയും കുടുംബ ബന്ധത്തെയും സംബന്ധിച്ചുള്ള ബാലൻസിങ് കൃത്യമായി ബോധ്യപ്പെടുത്തുവാൻ സാധ്യമാവുകയും ചെയ്യുക. കുടുംബം എന്ന രംഗത്തുള്ള ഇസ്ലാമിൻ്റെ വായനകൾ അഥവാ ആൺ പെൺ വീക്ഷണം, നീതി, അവകാശങ്ങൾ, അതേപോലെ തന്നെ അംഗീകാരങ്ങൾ, ആണിനും പെണ്ണിനും നൽകിയിട്ടുള്ള അംഗീകാരങ്ങൾ, അതേപോലെ തന്നെ ചരിത്രം തുടങ്ങിയിട്ടുള്ള ഭാഗങ്ങൾ ശക്തമായ രീതിയിൽ അവതരിപ്പിക്കാൻ നമുക്ക് സാധിച്ചാൽ പുതിയ തലമുറയെ കുടുംബരഹിതവാദങ്ങളിലേക്കോ കുടുംബ നിഷേധവാദങ്ങളിലേക്കോ കുടുംബ ശൈഥില്യവാദങ്ങളിലേക്കോ കടന്നു പോകുന്ന തലമുറകളെ രക്ഷിച്ചെടുക്കാൻ നമുക്ക് സാധിക്കും എന്നത് വളരെ ഗൗരവത്തിൽ നാം മനസ്സിലാക്കണം. അവസാനിപ്പിക്കുന്നു. വിശുദ്ധ ഖുർആനിൽ വിമർശനങ്ങൾ ധാരാളമായി നമുക്ക് കാണാൻ കഴിയും. പക്ഷേ ആ ഖുർആൻ ഉന്നയിക്കുന്ന വിമർശനത്തിൻ്റെ ഏതേതു തലങ്ങളിലും സ്വീകരിച്ചിട്ടുള്ള ഏറ്റവും പക്വമായിട്ടുള്ള അംഗീകാരത്തിൻ്റെ ഒരു നിർവൃതി നമുക്ക് വിശുദ്ധ ഖുർആനിൻ്റെ ആശയത്തിൽ നിന്ന് കാണാൻ കഴിയുന്നതാണ്. ഹാറൂനിനെ കുറിച്ച് പരാമർശങ്ങളുണ്ട്, ജാലൂത്തിനെ കുറിച്ച് പരാമർശങ്ങളുണ്ട്, ഫിറഔനിനെ കുറിച്ച് പരാമർശങ്ങളുണ്ട്, അബൂലഹബിനെ കുറിച്ച് പരാമർശങ്ങളുണ്ട്. ഇതൊക്കെയും പേര് ചൊല്ലിപ്പറഞ്ഞ വിമർശനങ്ങളാണ്. പക്ഷേ ആ വിമർശനങ്ങളൊക്കെ പറയുന്ന വിശുദ്ധ ഖുർആൻ ഒരിക്കലും ഒരു പെണ്ണിൻ്റെ പേര് പറഞ്ഞ് വിമർശിച്ചിട്ടില്ല. അബൂലഹബിൻ്റെ ഭാര്യയ്ക്ക് പേരുണ്ടായിരുന്നു, പക്ഷേ പേര് പറഞ്ഞില്ല. ഇംറഅ എന്ന് ഉപയോഗിക്കും, ഇംറഅത്തുൽ അസീസ് എന്ന് പേരുപയോഗിച്ചിട്ടുണ്ട്, പക്ഷെ പേര് പറയുന്നില്ല. എത്രയധികം കെയറിങ്, എത്രയധികം പരിരക്ഷ, എത്രയധികം അംഗീകാരമാണ് ഒരു പെണ്ണിന് ഇസ്ലാം പകർന്നു കൊടുക്കുന്നത് എന്നത് ഖുർആനിൻ്റെ ആ അർത്ഥത്തിലുള്ള വായനകളിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നതാണ്. ഞാൻ അവസാനിപ്പിക്കുമ്പോൾ ഒറ്റ കാര്യമാണ് സൂചിപ്പിക്കാനുള്ളത്. നമുക്ക് മുകളിൽ ഈ വാദങ്ങൾ ഒരുപക്ഷെ നമ്മുടെയൊക്കെ വീടുകളിലേക്ക് ശക്തമായി വന്നില്ല എന്ന് നമുക്ക് തോന്നിയേക്കാം. പക്ഷേ അങ്ങനെ തോന്നുന്ന സന്ദർഭത്തിൽ പോലും ഇത് മെല്ലെ മെല്ലെ ഇരച്ച് കയറുകയും ഞാനിപ്പോൾ കല്യാണം കഴിക്കാനില്ല, കല്യാണത്തിന് ഇപ്പോൾ സമയമായിട്ടില്ല, സമയമാകുമ്പോൾ പറയാം എന്ന് തുടങ്ങിയിട്ടുള്ള ചെറിയ ചെറിയ അഭിപ്രായ പ്രകടനങ്ങൾ അത് മെല്ലെ മെല്ലെ
കുടുംബരഹിതവാദങ്ങളിലേക്കാണ് പോകുന്നത് എന്ന് മനസ്സിലാക്കാൻ നമുക്ക് കഴിയണം. അതുകൊണ്ട് നമ്മുടെ കുടുംബം ഏറ്റവും കൂടുതൽ ശബളിമയുള്ള കുടുംബമായി മാറുന്നതിന് നാം ബോധപൂർവമായ ശ്രമങ്ങൾ നടത്തണം. അങ്ങനെയുള്ള ഒരു കുടുംബത്തിൻ്റെ സമ്യക്കായ രൂപീകരണം ഉണ്ടാകുമ്പോൾ തലമുറകൾ എൻ്റെ ഉപ്പയും ഉമ്മയും ഇത്രമേൽ സന്തോഷത്തോടെയും കളിച്ചും രസിച്ചും ഉല്ലസിച്ചും ആനന്ദിച്ചും ചിരിച്ചും മതിച്ചും കളയുന്ന പോലെ എനിക്കുമൊന്ന് കുടുംബത്തിലേക്ക് ചെന്നണയണം എന്ന് പറയുന്നൊരാഗ്രഹം പ്രിയപ്പെട്ട മക്കളിൽ വളർത്തിയെടുക്കാൻ നമുക്ക് സാധിക്കും. അവിടെ തൊട്ടതിനും പിടിച്ചതിനും ഒക്കെയുള്ള പ്രതിസന്ധികൾ ഉണ്ടാക്കി ചായ കൊണ്ടുവാ, ഗ്ലാസ് കൊണ്ടുപോ എന്ന് പറയുന്ന ആ അവതരണങ്ങളൊക്കെയാണ് എങ്കിൽ പുതിയ തലമുറ അതിന് എതിര് നിൽക്കും. മണ്ടിപ്പാൻറ്റിയും പോലെയാണെങ്കിൽ എനിക്കിപ്പോൾ തൽക്കാലത്തിന് കുടുംബത്തിനോട് താല്പര്യമില്ല, താത്തൻ ഇടങ്ങേറാണ്, മങ്ങൾ കണ്ടില്ലേ, ഇനിയിപ്പം ഞാനും കൂടി വരണോ എന്നൊക്കെ ചോദിക്കും. അതുകൊണ്ട് പുതിയ മാറ്റത്തിന് സ്വർഗത്തിലേക്കുള്ള കവാടമായി കുടുംബത്തെ സ്വീകരിക്കുന്നതിന് നാം പരിശ്രമിക്കുക. അള്ളാഹു നമ്മയെവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. വ ആഖിറു ദഅ്വാനാ അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.